സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി തന്നെയാണ് ഒരു തരത്തിൽ പോളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പോളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷൻ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നിട്ട് സെൽഫ് കമ്പാറ്റബിലിറ്റി എന്താണ്, ഇൻകമ്പാറ്റബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്തുതരാം, പറഞ്ഞുതരാം. ഓക്കെ, സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പോളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷൻ, അതായത് ഒരു പോളൻ വന്നു. ഓക്കെ, ഒരു പോളൻ വന്ന് സ്റ്റിഗ്മയിൽ വീണാൽ, സ്റ്റിഗ്മ എന്ന് പറയുന്നത് പിസ്റ്റൽ തന്നെയല്ലേ, പിസ്റ്റലിൻ്റെ ഒരു ഭാഗമല്ലേ സ്റ്റിഗ്മ. സ്റ്റിഗ്മയിൽ വീണാൽ ഈ പറഞ്ഞ പിസ്റ്റലും ആ വന്ന പോളനും തമ്മിലൊരു ഇൻറ്ററാക്ഷൻ നടക്കും. ഓക്കെ, ആ ഇൻറ്ററാക്ഷന് ശേഷമാണ് ആര് തീരുമാനിക്കുക, പിസ്റ്റൽ തീരുമാനിക്കുക ഈ പോളനെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന്. സിംപ്ലി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോയി. ഓക്കെ, നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോയി, കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് ഫയലൊക്കെ എടുത്തിട്ട് നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോയി. നിങ്ങൾ ഇൻ്റർവ്യൂവറുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ഇൻറ്ററാക്ഷൻ നടന്നു. നിങ്ങൾ സംസാരിക്കും, അവർ നിങ്ങളോട് ചോദ്യം ചോദിക്കും, അല്ലേ, ഇൻറ്ററാക്ഷൻസ് നടക്കും, നിങ്ങൾ ഇൻറ്ററാക്ട് ചെയ്യും. ആ ഇൻറ്ററാക്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ നിങ്ങളെ എന്താ സ്കില്ലിൻ്റെ അടിസ്ഥാനത്തിൽ, ഇതിൻ്റെ രണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻ്റർവ്യൂവർ തീരുമാനിക്കും നിങ്ങളെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന്. നിങ്ങൾ കേപ്പബിൾ ആണെങ്കിൽ നിങ്ങളെ സ്വീകരിക്കും, നിങ്ങൾ കേപ്പബിൾ അല്ലെങ്കിൽ നിങ്ങളെ റിജക്റ്റ് ചെയ്യും. ശരിയല്ലേ? ഇതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇത് ഇൻ്റർവ്യൂവിൻ്റെ കേസിൽ മാത്രമല്ല, നമ്മൾ ദൈനംദിന ജീവിതത്തിലും ചുറ്റും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കറിയാലോ, പലതരത്തിലുള്ള ആക്സെപ്റ്റിങ്ങും പലതരത്തിലുള്ള റിജക്ഷനും നമ്മളെ ചുറ്റും നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, ഇവിടെ പോളനും വരുന്ന പോളനും പിസ്റ്റലും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻറ്ററാക്ഷൻ നടക്കുന്നുണ്ട്. പോളൻ വരുമ്പോൾ എന്ത് ചെയ്യും, പിസ്റ്റൽ എന്ത് ചെയ്യും, ഫസ്റ്റ് ആ പോളനെ നോക്കും. ഈ പോളൻ നമ്മുടെ ആളാണ്, കൂട്ടിക്കോ എന്ന് പറയും. എന്താ സംഭവിച്ചത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പോളിനേഷൻ നടക്കുന്നത് സെയിം സ്പീഷീസ് തമ്മിലാണെന്ന്, അല്ലേ. ക്രോസ് പോളിനേഷൻ ആണെങ്കിലും എന്താണത്, സെയിം സ്പീഷീസ് തമ്മിൽ നടക്കാൻ പാടുള്ളൂ. അതായത് സിംപിളി പറയുകയാണെങ്കിൽ, തെങ്ങില്ലേ, കോക്കനട്ട് ട്രീയിൽ നിന്ന് ഒരു പോളൻ മാവിലേക്ക് പോവുകയാണെന്ന് വിചാരിച്ചു. ചുമ്മാ പറയുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കോൺസെപ്റ്റ് പറയുന്നത്. കോൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. തെങ്ങിൻ്റെ ഒരു പോളൻ മാവിലേക്ക് പോവുകയാണ്. അപ്പോൾ മാവാണ് ഞാൻ, മാവിൻ്റെ പിസ്റ്റിലാണ് ഞാൻ. തെങ്ങിൻ്റെ പോളൻ വന്നു. ഓക്കെ, നിങ്ങൾ തെങ്ങിൻ്റെ പോളനാണ്, മാവിലേക്ക് നിങ്ങൾക്ക് എൻട്രി ഇല്ല. അബൌട്ട് ഓൺ ആൻഡ് ലീവ്. റൈറ്റ്. എന്തിൻ്റെ കഴിവുണ്ട് പിസ്റ്റലിന്, ശരിയായ പോളൻ ഏതാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് പിസ്റ്റലിനുണ്ട്. നോക്കണേ, ഒരു പൂവിൻ്റെ ഒരു ഫീമെയിൽ ഓർഗനായിട്ടുള്ള പിസ്റ്റലിന് എന്ത് കഴിവുണ്ട്, തൻ്റെ അടുത്തേക്ക് വരുന്ന പോളൻ തനിക്ക് ശരിയായ പോളനാണോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്കുണ്ട്, പിസ്റ്റലിനുണ്ട്. ആൻഡ് യെറ്റ് വി സേ വി ഹ്യൂമൻസ് ആർ ദ മോസ്റ്റ് ക്ലെവർ ഓർഗാനിസംസ്, അല്ലേ. ആ കാര്യം ഒന്നും കൂടെ ഒന്ന് റീവാലുവേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലേ. അപ്പോൾ പിസ്റ്റൽ റെക്കഗ്നൈസസ് ദ റൈറ്റ് പോളൻ. അപ്പം വരുന്ന പോളൻ തനിക്ക് അനുയോജ്യമായ പോളനാണോ എന്ന് ആര് തീരുമാനിക്കും, പിസ്റ്റൽ ചിന്തിക്കും. പിസ്റ്റൽ എന്ത് ചെയ്യും, കിഡ്നി യൂസ് ചെയ്യും. കിഡ്നിയാണോ, എന്തെങ്കിലും ആവട്ടെ, അത് യൂസ് ചെയ്തിട്ട് എന്ത് പറയും പിസ്റ്റൽ, എനിക്ക് ശരിയായ പോളൻ അല്ലെങ്കിൽ ബൈ കഥം ടാറ്റ ഗുഡ് ബൈ എന്ന് പറയും. ഇനിയിപ്പോൾ തനിക്ക് ശരിയായ പോളനാണെങ്കിൽ എന്ത് ചെയ്യും, സ്വീകരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പിസ്റ്റൽ ആദ്യം എന്ത് ചെയ്യും, നോക്കും, ഫസ്റ്റ് ഒന്ന് ചിന്തിക്കും, ഓക്കെ ശരിയായ പോളനാണോ അല്ലയോ എന്ന്. ഈ പോയിന്റ് ഞാൻ എന്തിനാണ് ഇത്ര സ്ട്രെസ് ചെയ്ത് പറയുന്നത്, നിങ്ങൾക്കിത് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെടികളിൽ നിന്നും പഠിക്കാടോ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ പിസ്റ്റൽ എന്ത് ചെയ്യും, പിസ്റ്റൽ നല്ല പോളനാണെങ്കിൽ, തനിക്ക് കമ്പാറ്റബിൾ ആയിട്ടുള്ള പോളനാണെങ്കിൽ, ഒരേ സ്പീഷീസിൽ നിന്ന പോളനാണെങ്കിൽ പിസ്റ്റൽ എന്ത് ചെയ്യും, അത് ആക്സെപ്റ്റ് ചെയ്യും. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പിസ്റ്റൽ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ ഇൻ്റർവ്യൂവറും ഇൻ്റർവ്യൂയിയും തമ്മിൽ ഒരു ഇൻ്ററാക്ഷൻ നടക്കുമെന്ന് പറഞ്ഞു. നമ്മൾ ഹ്യൂമൻസിൻ്റെ കേസിലാണെങ്കിൽ വി ടോക്ക്, അല്ല, നമ്മൾ സംസാരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻ്ററാക്ഷൻ നടത്തുന്നത്. പക്ഷേ പ്ലാന്റ്സിന് സംസാരിക്കാനുള്ള കഴിവുണ്ടോ, ഇല്ല. അപ്പോൾ അവരെങ്ങനെയാണ് ഇൻറ്ററാക്ട് ചെയ്യുക, കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ കെമിക്കൽസ് ഉപയോഗിച്ചിട്ട്. അതായത് വരുന്ന പോളൻ ഒരു കെമിക്കൽ അങ്ങോട്ട് കൊടുക്കും. അപ്പം അത് ആ പിസ്റ്റലിന് താല്പര്യമില്ലാത്ത കെമിക്കലാണെങ്കിൽ പിസ്റ്റൽ പറയും, സോറി, നീ ഞങ്ങളുടെ പോളനല്ല, നീ വിട്ടോ എന്ന് പറയും. അതല്ല, വരുന്ന പോളൻ കറക്റ്റായിട്ടുള്ള കെമിക്കലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സിംപ്ലി പറയാം കേട്ടോ, ഇത്ര ഈസി ഒന്നല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. സിംപ്ലി നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, കെമിക്കൽ കോമ്പണൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇൻറ്ററാക്ട് ചെയ്യുന്നത്. അപ്പോൾ പോളനും പിസ്റ്റലും ഇൻറ്ററാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, കെമിക്കൽ കോമ്പണൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇൻറ്ററാക്ട് ചെയ്യുന്നത്. കമ്പാറ്റബിൾ പോളൻ ജെർമിനേറ്റ്സ്. എന്താ ഞാൻ പറഞ്ഞത്, വരച്ച് കാണിച്ചു തരാം. ഇതെന്താണ്, സ്റ്റിഗ്മയാണെന്ന് വിചാരിച്ചോ, ഇതാണെന്ത്, സ്റ്റിഗ്മ. ഓക്കെ, കുറച്ച് സൂംഡ് ഇമേജ് ആട്ടോ. പോളൻ വന്ന് വീണു, ആദ്യത്തെ ഒരു പോളൻ വന്ന് വീണു. ദേ അറ്റ് എ ടൈം ഒരു പോളനെ വീഴാൻ പാടുന്നതിന് നിയമമുണ്ടോ,
ഇല്ല, അറ്റ് എ ടൈം ചിലപ്പോൾ 1, 2, 3, 4 പോളൻ വന്നോളാം എന്നിരിക്കാം. എന്ന് കരുതി ആ 4 പോളനെയും പിടിച്ച് സ്വീകരിക്കാൻ നിൽക്കരുത്. ആരാണോ റൈറ്റ് എന്നൊക്കെ നോക്കണം. കേട്ടോ? ഓക്കെ, ഞാനിപ്പോൾ എന്താണ് നിങ്ങളോട് പറഞ്ഞത് എനിക്കറിയത്തില്ല. എന്തായാലും ഈ പോളൻ വന്ന് വീഴുന്നു. പോളൻ വന്ന് വീഴുമ്പോൾ ഈ സ്റ്റിഗ്മയും ഈ പോളനും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? കെമിക്കൽ കോമ്പണൻസിൻ്റെ സഹായത്തോടു കൂടി എന്ത് നടക്കുന്നുണ്ട്? പോളൻ പിസ്റ്റൽ ഇൻ്ററാക്ഷൻ നടക്കുന്നുണ്ട്. പോളനും പിസ്റ്റലും തമ്മിൽ ഇൻ്ററാക്ഷൻ നടക്കും. അങ്ങനെ പിസ്റ്റലിന് മനസ്സിലായി, ഓ ഇത് നമ്മളെ ആളല്ല, ഇത് വേറെ ഏതോ സ്പീഷീസിൻ്റെ പോളനാണ്, സ്വീകരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും? പോളൻ ജെർമിനേഷൻ നടക്കൂല. ചിലപ്പോൾ ജെർമിനേറ്റ് ഇരുന്ന് വരാം, എന്നാലും ഈ ട്യൂബ് എന്ത് ചെയ്യില്ല. പോളിനേഷൻ്റെ സമയത്ത് സ്റ്റിഗ്മ ഇതാണെങ്കിൽ ഇങ്ങനെ പോളൻ വന്ന് വീണിട്ടുണ്ടെങ്കിൽ പോളൻ എന്ത് ചെയ്യും? പൊട്ടിമുളച്ച്. ഇത് സ്റ്റൈലല്ലേ? ഇപ്പോൾ യൂഷ്വൽ കേസ് ആട്ടോ പറയുന്നത്. പോളൻ എന്ത് ചെയ്യും? പൊട്ടിമുളച്ച് ഇങ്ങനെ ഒരു ട്യൂബ് ഇങ്ങനെ ഫോം ചെയ്തിട്ടാണ് താഴോട്ട് ഗ്രോ ചെയ്യുക. പക്ഷേ അഥവാ എന്തല്ല ഇത് കമ്പാറ്റബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നുകിൽ ജെർമിനേഷൻ തടസ്സപ്പെടും, അല്ലെങ്കിൽ പോളൻ ട്യൂബിൻ്റെ ഗ്രോത്ത് തടസ്സപ്പെടും. ഓക്കെ, പൊതുവേ എന്ത് ചെയ്യില്ല, ജെർമിനേഷൻ തന്നെ എന്ത് ചെയ്യില്ല, നടക്കില്ല. പക്ഷേ ഇത് ഓക്കെ, ഇത് നമുക്ക് പറ്റിയ ആളാണ്, ഇവൻ നമ്മുടെ സ്പീഷീസാണ്, ഈ പോളൻ ഗ്രെയിൻ നമ്മളെ സ്പീഷീസ് ആണെന്ന് പിസ്റ്റലിന് മനസ്സിലായാൽ അവിടെ എന്ത് ചെയ്യും? അവിടെ ഇൻറ്ററാക്ഷൻ സക്സസ്ഫുള്ളായി. അവിടെ എന്ത് സംഭവിക്കും? അവിടെ പോളൻ ട്യൂബ് എന്ത് ചെയ്യും? ഗ്രോ ചെയ്ത് തുടങ്ങും. പോളൻ ജെർമിനേറ്റ് ചെയ്യും, പോളൻ ട്യൂബ് ഗ്രോ ചെയ്ത് തുടങ്ങും. ഇനി ലെറ്റ്സ് ഗോ ബാക്ക് ടു സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി. നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ് എന്ത്? സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി. നമ്മൾ മൂന്നാമത്തെ പോയിന്റ് ആയിരുന്നു എന്ത്? സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി. എന്താ സംഭവം എന്ന് വെച്ചാൽ സ്വന്തം പോളനെ റിജക്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് എന്ത്? സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത്. കമ്പാറ്റിബിലിറ്റി ഇല്ലാത്ത അവസ്ഥ. സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി, സ്വന്തം പോളനോട് കമ്പാറ്റിബിൾ അല്ലാത്ത അവസ്ഥ. മനസ്സിലായോ? സ്വന്തം പോളനോട് എന്തല്ല? കമ്പാറ്റബിൾ അല്ല. അപ്പോൾ സ്വന്തം പ്ലാന്റിലെ പോളൻ, സ്വന്തം ഫ്ലവറിലെ പോളൻ വന്നാൽ പിസ്റ്റിൽ പറയും, ഓ ഇത് നമ്മൾ സ്വന്തം ഫ്ലവറിലെ പോളനാണ്, ഇൻബ്രീഡിങ് ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഞാൻ അലൗ ചെയ്യാൻ പാടില്ല എന്ന് പിസ്റ്റലിന് മനസ്സിലാവും. ഇതാണെന്ത്? സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി. ചില പ്ലാന്റ്സിൻ്റെ കേസിൽ ഇങ്ങനെ ഒരു ഔട്ട് ബ്രീഡിങ് മെക്കാനിസം ഉണ്ട്. ഇതൊരു ജനറ്റിക് മെക്കാനിസം അല്ലേ? സ്വന്തം പോളനെ സ്വീകരിക്കേണ്ട എന്ന് പിസ്റ്റൽ തീരുമാനിക്കുന്നു. റൈറ്റ്, ദാറ്റ് ഈസ് സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി. സ്വന്തം പോളനെ സ്വീകരിക്കാത്ത അവസ്ഥയാണ് എന്ത്? സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ പറഞ്ഞു വെച്ചാൽ അതും കൂടെ കണക്ട് ചെയ്താൽ സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി എന്താവും? ക്ലിയർ ആവും. ഞാൻ ഇവിടെ പറഞ്ഞ പോലെ കമ്പാറ്റബിൾ ആണെങ്കിൽ പോളൻ ട്യൂബ് വളരും. പോളൻ ട്യൂബ് വളർന്നാൽ എന്താ സംഭവിക്കുക? അടുത്ത സ്റ്റേജാണ്. അഗൈൻ നമ്മൾ സ്റ്റിഗ്മയിലേക്ക് തിരിച്ചു പോകുന്നു. സ്റ്റിഗ്മ ഉണ്ട്, യു ഹാവ് ദ സ്റ്റൈൽ, യു ഹാവ് ദി ഓവറി. അല്ലേ, സ്റ്റിഗ്മ ഉണ്ട്, യു ഹാവ് ദ സ്റ്റൈൽ, യു ഹാവ് ദി ഓവറി. ഇവിടെ നമ്മൾ നേരത്തെ വരച്ച പോളൻ ഗ്രെയിൻ ഉണ്ടായിരുന്നു, ഇവൻ ജെർമിനേറ്റ് ചെയ്തില്ല. വേറൊരു പോളൻ ഗ്രെയിൻ വീണിരുന്നു, ഇവൻ കുറച്ച് ജെർമിനേറ്റ് ചെയ്തു, പക്ഷേ പോളൻ ട്യൂബ് ഗ്രോ ചെയ്തില്ല. കാരണം ഇവർ രണ്ടുപേരും എന്താണ്? ഇൻകമ്പാറ്റബിൾ ആണ്. ഇവർ രണ്ടുപേരും ഇൻകമ്പാറ്റബിൾ ആയതുകൊണ്ട് ഇവർ രണ്ടുപേരും എന്ത് ചെയ്തില്ല? കംപ്ലീറ്റ്ലി പോളിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പക്ഷേ ഇവിടെ ആരുണ്ട്? മൂന്നാമതൊരു പോളൻ ഗ്രെയിൻ ഉണ്ട്, ഇവൻ കമ്പാറ്റബിൾ ആണെന്ന് പിസ്റ്റലിന് മനസ്സിലായി. അപ്പോൾ പിസ്റ്റൽ എന്ത് ചെയ്തു? കമ്പാറ്റബിൾ എന്ന് പറഞ്ഞാൽ അനുയോജ്യം എന്നുള്ള അർത്ഥം കേട്ടോ, അത് സ്യൂട്ടബിൾ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ കമ്പാറ്റബിൾ ആണെന്ന് മനസ്സിലായി. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പോളൻ ട്യൂബ് എന്ത് ചെയ്യും? വളരും. പോളൻ ട്യൂബ് വളർന്ന് എവിടെ എത്തും? ഇവിടെ ആരാ ഉള്ളത്? താഴെ ആരാ ഉള്ളത്? ഇത് സ്റ്റൈലല്ലേ? ഇത് ഓവറി അല്ലേ? അപ്പോൾ എവിടെ എത്തും? പോളൻ ട്യൂബ് വളർന്ന് എവിടെ എത്തും? ഓവറിയിലെത്തും. അപ്പോൾ ഇവിടെ ആരുണ്ട്? ഓവറിനകത്ത് ആരുണ്ട്? ഓവറിനകത്ത് ആരാണ് ഉള്ളത്? ഒവ്യൂളില്ലേ ഗായ്സ്? ഡിസപ്പോയിൻറ്റ് ചെയ്യരുത് തന്നെ. ഒവ്യൂളില്ലേ ഓവറിനകത്ത്? ഉണ്ട്. അപ്പോൾ പോളൻ ട്യൂബ് വളർന്ന് എവിടെ എത്തും? ഓവറിയിലെത്തും. ഓവറിയിൽ ആരായിരുന്നു ഉള്ളത്? ഓവറിൻ്റെ സ്ട്രക്ചർ, എംബ്രിയോസ്, ഓവറിനകത്ത് ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞേ കേൾക്കട്ടെ. ഇവിടെ 3 ആൻറ്റിപോഡൽസ് ഇല്ലേ? പോളാർ ന്യൂക്ലിയ ഇല്ലേ? ഇവിടെ ആരുണ്ട്? 2 സിനർജിറ്റ്സ് ഉണ്ടല്ലോ. ഒരു എഗ് ഉണ്ടല്ലോ. ഇത്രയും കഥാപാത്രങ്ങളല്ലേ ഒരു എംബ്രിയോ സാക്കിനകത്തുള്ളത്. അപ്പോൾ ഇങ്ങനെ പോളൻ ട്യൂബ് വന്നു. പോളൻ ട്യൂബിന് എവിടെ എത്തണം? എഗ്ഗിലെത്തണം. ഇതാണ് പോളൻ ട്യൂബിൻ്റെ എന്ത്? റോൾ എന്ന് പറയുന്നത്. അപ്പോൾ പോളൻ ട്യൂബ് ഇങ്ങനെ വളർന്ന് എവിടെ എത്തും? ഇവിടെ എത്തും. ഇങ്ങനെ പോയി എവിടെ എത്തും? ഇവിടെ എത്തും, എഗ്ഗിലെത്തും. റൈറ്റ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ബാക്കി പ്രോസസ്സ്, പോളൻ ട്യൂബ് വളർന്നതിന് ശേഷമുള്ള പ്രോസസ്സ്. അപ്പോൾ ഓവറി എത്തുന്നു. ഓവറിയിൽ ഇവിടെയാണ് മൈക്രോപൈൽ ഉള്ളത്. മൈക്രോപൈൽ ആ ഒരു ഹോൾ ഞാൻ പറഞ്ഞില്ലേ, മൈക്രോപൈൽ എൻഡിലാണ് ആരുണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞു? എഗ്ഗ് ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞു. ഓൾറെഡി പറഞ്ഞില്ലേ, കാരണം ചെലാസൽ എൻഡിലല്ലേ ആരുള്ളത്? ആൻറ്റിപോഡൽസ് ഉള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? മൈക്രോപൈൽ റീജിയനിൽ എത്തുന്നു, ഒവ്യൂളിലേക്ക് എൻറ്റർ ചെയ്യുന്നു. എന്തെന്ന് സംഭവിക്കുന്നു? ഒരു ടേം അവിടെ കാണുന്നുണ്ടല്ലോ, ഫീലിഫോം അപ്പാരറ്റസ്. എന്താ ഫീലിഫോം അപ്പാരറ്റസ്? നമ്മൾ ഈ ഒരു പോർഷൻ നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? 2 സിനർജിറ്റ്സ് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു എക്സെൽ കാണാൻ പറ്റുന്നുണ്ടോ?
രണ്ട് സിനർജിഡ്സ്, ഇത് സിനർജിഡ്, ഇത് സിനർജിഡ്, ഇതെന്താണ് എഗ് സെല്ലാണെന്ന് വിചാരിച്ചോ. കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നമുക്ക് ഇങ്ങനെ ഒവ്യൂളിൻ്റെ വോളൊക്കെ ഉണ്ട് കേട്ടോ സ്വാഭാവികമായിട്ടും. ഇവിടെ നമുക്ക് ഇൻറ്റഗ്മെൻസ് ഒക്കെ ഉണ്ട്. ഇൻറ്റഗ്മെൻസ് ഒക്കെ കഴിഞ്ഞ് ഇവിടെയാണ് നമുക്ക് എന്തുള്ളത് മൈക്രോപൈൽ ഉള്ളത്. സോ ആ വഴിക്കാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആര് വരാൻ പോകുന്നത്? പോളൻ ഗ്രെയിൻ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പോളൻ ട്യൂബ് ഇങ്ങനെ വളർന്ന് പോളൻ ഗ്രെയിൻ മുഴുവനായിട്ട് അകത്തേക്ക് കയറത്തില്ല. ഞാൻ പറഞ്ഞുതരാം. ഇതിങ്ങനെ പോളൻ ട്യൂബ് വളർന്ന് ഇവിടെ എത്തിയില്ലേ? ഇവിടെ വേറെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. ഇങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. ആരാത്? ഫീലിഫോം അപ്പാരറ്റസ്. ഇവരാരാ? ഫീലിഫോം അപ്പാരറ്റസ്. റൈറ്റ്. ഫീലിഫോം അപ്പാരറ്റസ് ആണ് ഏത്? ഈ പറഞ്ഞ കഥാപാത്രങ്ങൾ. ദേ ആർ ഫീലിഫോം അപ്പാരറ്റസ്. ഇവരുടെ ജോലി എന്താ? ഇവരാണ് ഈ പോളൻ ട്യൂബിനെ നയിക്കുന്നത്. പോളൻ ട്യൂബിന് താഴെ വരെ വന്നിട്ട് വഴി അറിയില്ല. പോളൻ ട്യൂബിന് എഗ് ഏതാണെന്നൊന്നും പോളൻ ട്യൂബിന് അറിയില്ല. പോളൻ ട്യൂബ് ആദ്യമായിട്ട് കാണുകയാണ്. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളെ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളെ ക്ലാസ് റൂം എവിടെയാണ് നിങ്ങൾക്ക് അറിയായിരുന്നോ? ഇല്ല. നിങ്ങൾ തന്നെ വല്ല ടീച്ചറോട് ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ ബോർഡ് വല്ലതും എഴുതി വെച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് 10th അങ്ങോട്ട്, 9th ഇങ്ങോട്ട്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയല്ല നിങ്ങൾ പോയിരുന്നത്. അതേപോലെ തന്നെ പോളൻ ട്യൂബ് ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പോളൻ ട്യൂബിന് എന്താ അറിയില്ല? ഡയറക്ഷൻ അറിയില്ല. ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ല. അവിടം വരെ എത്തിയത് തന്നെ എന്തോ ഭാഗ്യത്തിനാണ് അല്ലേ? കുറേ കടമ്പകൾ കിടന്നിട്ടാണ് അവിടം വരെ എത്തിയത്. ഇനി അവിടുന്ന് എങ്ങോട്ട് പോകണമെന്ന് സ്വയം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫീലിഫോം അപ്പാരറ്റസ് ഉള്ളത്. ഫീലിഫോം അപ്പാരറ്റസ് ഗൈഡ്സ് ദ പോളൻ ട്യൂബ് ടു ദ എഗ്. ഫീലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ എന്താ? ഇമ്പോർട്ടൻ്റ് ആണ്. ഫീലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ എന്താ? ഈ എഗ്ഗിൻ്റെ അടുത്തേക്ക് പോളൻ ട്യൂബിനെ നയിക്കുക എന്നുള്ളതാണ് ഫീലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ. കുറച്ച് ഭംഗിയുള്ള ഫിഗർ കാണിച്ചു തരാം, എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും മനസ്സിലാവും. ഓക്കെ, സി ഇവിടെ നോക്കിക്കേ. നമ്മളെ ആരാണ്? പോളൻ ട്യൂബാണിത്. ഓക്കെ, ഇത് പോളൻ ട്യൂബാണ്. ഇത് ഇങ്ങനെ വരുന്ന ഒരു പോളൻ ട്യൂബാണ്. പോളൻ ട്യൂബിന് ഇവിടെ ആരുണ്ട്? ഫീലിഫോം അപ്പാരറ്റസ് ഉണ്ട്, സിനർജിഡ് ഉണ്ട്, ആരുണ്ട്? എഗ് സെല്ലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് എഗ് സെല്ല്. ഓക്കെ, അപ്പോൾ എഗ് സെല്ലും ഉണ്ട്, സിനർജിഡും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്? ഫീലിഫോം അപ്പാരറ്റസ് ആണ് ഈ പറഞ്ഞ മെയിൽ ഗാമറ്റിനെ എങ്ങോട്ട് നയിക്കുന്നത്, അല്ലെങ്കിൽ പോളൻ ട്യൂബിനെ എങ്ങോട്ട് നയിക്കുന്നത്? എഗ്ഗിൻ്റെ അടുത്തേക്ക് നയിക്കുന്നത്. ഇവിടെ മെയിൽ ഗാമറ്റ്സ് എന്ന് എഴുതിയെന്നുകൊണ്ടായിരിക്കും. മെയിൽ ഗാമറ്റ് എന്ന് എഴുതുന്നതിന് പകരം മെയിൽ ഗാമറ്റ്സ് എന്ന് എഴുതുന്നതുകൊണ്ടായിരിക്കും. ഒരു പോളൻ ഗ്രെയിനിൽ രണ്ട് മെയിൽ ഗാമറ്റ് ഇല്ലേ? അതായത് നമ്മൾ നേരത്തെ ഞാൻ വരച്ച ഫിഗറിനകത്ത് ഇവിടെ ഞാൻ പോളൻ ഗ്രെയിൻ വരച്ച സമയത്ത് ഇവിടെ രണ്ട് മെയിൽ ഗാമറ്റ് ഇല്ലേ? എല്ലാത്തിനകത്തും രണ്ട് മെയിൽ ഗാമറ്റ് ഇല്ലേ? നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. ജനറേറ്റീവ് സെൽ ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് മെയിൽ ഗാമറ്റ് ആവുന്നൊക്കെ നമ്മൾ പഠിച്ചു. രണ്ട് മെയിൽ ഗാമറ്റ് ഉണ്ടോ? ഇപ്പോൾ ഇവരെ സ്വീകരിച്ച സ്ഥിതിക്ക് ഈ രണ്ട് മെയിൽ ഗാമറ്റും എന്ത് ചെയ്യും? അകത്തേക്ക് വരും. രണ്ട് മെയിൽ ഗാമറ്റും എന്ത് ചെയ്യും? അകത്തേക്ക് വരും. രണ്ട് മെയിൽ ഗാമറ്റും പോളൻ ട്യൂബിനകത്തൂടെയാണ് അകത്തേക്ക് വരിക. ഈ പോളൻ ഗ്രെയിൻ മുഴുവനായിട്ട് അകത്തേക്ക് കയറി പോകത്തില്ല. പോളൻ ഗ്രെയിൻ അവിടെ വന്ന് ജെർമിനേറ്റ് ചെയ്യുന്നോളം പോളൻ ഗ്രെയിൻ്റെ ഫംഗ്ഷൻ കഴിഞ്ഞു. അതിനുശേഷം ആ മെയിൽ ഗാമറ്റാണ് എന്ത് ചെയ്യുന്നത്? പോളൻ ട്യൂബ് വഴി എഗ്ഗിൻ്റെ അടുത്തേക്ക് പോകുന്നതെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് ഈ ഫിഗറിൽ നിങ്ങൾ എന്ത് ചെയ്തത്? കണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബേസിക്കലി നേരത്തെ പറഞ്ഞ ഫിഗേഴ്സാണ്. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണിത് കേട്ടോ. ഇവർ ജെർമിനേറ്റ് ചെയ്തിട്ടില്ല. ഇവർ കുറച്ച് ജെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവനും കുറച്ച് ജെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചു? ഇവരൊന്നും കമ്പാറ്റബിൾ അല്ലാത്തതുകൊണ്ട് ഇവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? കംപ്ലീറ്റ്ലി ജെർമിനേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷേ ഇവിടെ ഒരാളുണ്ട് അല്ല, ഇയാളാണ് എന്ത് ചെയ്തത്? കംപ്ലീറ്റ്ലി ജെർമിനേറ്റ് ചെയ്ത് പോയി എവിടെ എത്തി? നമ്മളെ സിനർജിഡ്സും എക്സെല്ലും പോളാർ ന്യൂക്ലിയയും ആൻറ്റിപോഡൽസും ഒക്കെ കിടക്കുന്ന എംബ്രിയോ സാക്കിലെത്തി. ആൻഡ് സിനർജിഡ് ആ ഒരു മൈക്രോപൈൽ എൻഡ് വഴി അകത്തേക്ക് എന്ത് ചെയ്തു? പോളൻ ട്യൂബ് എന്ത് ചെയ്തു? എൻറ്റർ ചെയ്തു. ഈ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് മെയിനായിട്ട് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോളിനേഷനിൽ പോളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനി എൻറ്റർ ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ വലിയ പണിയൊന്നുമില്ല അല്ലേ? നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. ആന്തർ എഗ്ഗിൻ്റെ അടുത്ത് ആന്തറിൽ നിന്ന് റിലീസായ പോളൻ ഗ്രെയിൻ എഗ്ഗിൻ്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളതായിരുന്നു പോളിനേഷൻ്റെ ഫംഗ്ഷൻ അല്ലേ? ആ ഫംഗ്ഷൻ നിർവഹിച്ചു. ഫംഗ്ഷൻ എന്ത് ചെയ്തു? കഴിഞ്ഞു. നമ്മൾ എഗ്ഗിൻ്റെ അടുത്ത് ആരെത്തിച്ചു? നമ്മൾ ആന്തർ നമ്മൾ എന്ത് ചെയ്തു? എത്തിച്ചു. അല്ലെങ്കിൽ സ്റ്റിഗ്മ വരെ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ പോളിനേഷൻ. സ്റ്റിഗ്മയും കഴിഞ്ഞ് അതിന് ശേഷമുള്ള പോളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷനും നമ്മൾ പഠിച്ചു, എഗ്ഗിനടുത്ത് എത്തിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ശരിക്കും ഫെർട്ടിലൈസേഷനാണ്. പക്ഷേ ഫെർട്ടിലൈസേഷൻ പറയുന്നതിന് മുന്നേ ചെറിയൊരു പോയിന്റ് എനിക്ക് പറയാനുണ്ട്. എന്താ എനിക്ക് പറയാനുള്ളത്? ചെറിയൊരു പോയിന്റ്. എന്താ അത്? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. എന്താ എൻ്റെ പോയിന്റ്? എന്താ? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എന്താണ്? നേച്ചുറലി നടക്കുന്ന പ്രോസസ്സാണ്. നേച്ചുറലി തന്നെത്താഴെ നടക്കുന്നതാണ്. നമ്മൾ കൺട്രോളിൽ നടക്കുന്നതല്ല. നേച്ചറിൽ ഇറ്റ് ഹാപ്പൻസ് എവറി ടൈം, റൈറ്റ്? നമ്മളെ കൺട്രോളിൽ നടക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒന്നുമില്ല. രണ്ട് പ്ലാന്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. പ്ലാന്റ് എ ആൻഡ് പ്ലാന്റ് ബി. ഓക്കെ, പ്ലാന്റ് എയും ഉണ്ട്, പ്ലാന്റ് ബിയും ഉണ്ട്. ഈ പ്ലാന്റ് എയിൽ
ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതായത് നല്ല ഈൽഡ് ഉണ്ട്, നല്ല എന്താ ഇപ്പം മാങ്ങയാണെന്ന് വിചാരിച്ചോ, മാവാണെന്ന് വിചാരിച്ചോ, കുറേ മാങ്ങ തരും. അതേപോലെ തന്നെ എന്താ പറയുക, നല്ല നല്ല മാങ്ങയ്ക്കൊക്കെ ഭയങ്കര മധുരം, മാങ്ങയ്ക്കൊക്കെ ഭയങ്കര ടേസ്റ്റ്, എല്ലാം നല്ല വലിയ മാങ്ങയാണ്. എല്ലാം കൊണ്ടും നല്ലൊരു പ്ലാന്റാണ് ഈ എന്ന് പറയുന്നത്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഡിസീസ് റെസിസ്റ്റൻസ് ഇല്ല. ഡിസീസിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവില്ല. നമ്മൾ കുഴിച്ചിട്ടാൽ എന്തെങ്കിലും ഒരു അസുഖം വന്ന് പ്ലാന്റ് അങ്ങ് എന്തായി പോവും, മരിച്ചു പോവും. അല്ലേ, എന്തെങ്കിലും അസുഖം വന്ന് പിന്നെ എന്ത് ചെയ്യും, പ്ലാന്റ് അങ്ങ് നശിച്ചു പോവും. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഈ ഏക്കുണ്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നല്ല പഴുത്ത മാങ്ങ, നല്ല മധുരമുള്ള, നല്ല ജ്യൂസി ആയിട്ടുള്ള, നല്ല വലിയ മാങ്ങയാണ്. ഒരുപാട് മാങ്ങ ഉണ്ടാവുകയും ചെയ്യും ആ മാവിൻ്റെ മേലെ. നല്ല അടിപൊളി മാവാണേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഡിസീസ് റെസിസ്റ്റൻസ് ഇല്ല. അതൊരു വലിയ പ്രശ്നമല്ലേ, ഡിസീസ് റെസിസ്റ്റൻസ് ഇല്ലാത്തത്. അതൊരു വലിയ പ്രശ്നം കേട്ടോ. പക്ഷേ ഇവിടെ വേറൊരു പ്ലാന്റ് ഉണ്ട്, പ്ലാന്റ് ബി. ഓക്കെ, പ്ലാന്റ് ബീൻ്റെ പ്രത്യേകത എന്താ? പ്ലാന്റ് ബിക്ക് മേൽപ്പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല. അതായത് നല്ല ഈൽഡില്ല, മാങ്ങ അത്ര നല്ല മാങ്ങയല്ല, മാങ്ങയ്ക്ക് മധുരമില്ല, ഫുൾ പുളിയാണ്, മൊത്തം പ്രശ്നമാണ്. മാങ്ങയ്ക്ക് അധികം സൈസ് മാങ്ങയില്ല, ചിലപ്പോൾ 1-2 മാങ്ങ ഉണ്ടായാലായി, ചിലപ്പോൾ ഒരു കൊല്ലം ഉണ്ടായി അടുത്ത കൊല്ലം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് ബീൻ്റെ പ്രത്യേകത. പക്ഷേ ബിക്ക് ഒരു ഗുണമുണ്ട്, ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ട്. എന്തുണ്ട്? ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ എക്ക് നല്ല പ്ലാന്റ് ആണ്, പക്ഷേ ഡിസീസ് റെസിസ്റ്റൻസ് ഇല്ല. ബിക്ക് അത്ര നല്ല പ്ലാന്റ് അല്ല, പക്ഷേ ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ എനെയും ബീനെയും അങ്ങോട്ട് തമ്മിൽ അങ്ങ് ക്രോസ് ചെയ്താലോ, നമ്മൾ ഇവരെ അങ്ങ് ക്രോസ് ചെയ്താലോ, എനെ ബീനെ അങ്ങ് ക്രോസ് ചെയ്താലോ, നമുക്ക് ഇവരെ അങ്ങോട്ട് എന്താ പറയുക, ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്കൊരു പുതിയ പ്ലാന്റ് കിട്ടും, ഒരു പുതിയ സി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് കിട്ടും. അല്ലേ, സിക്ക് എന്തുണ്ടാവും? എൻ്റെ എല്ലാ സവിശേഷതകളും ഉണ്ടാവും, പോരാത്തതിന് ബീൻ്റെ ഡിസീസ് റെസിസ്റ്റൻസും ഉണ്ടാവും. അരെ വാ, എന്ത് അടിപൊളി പ്ലാന്റായില്ലേ. നല്ല മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങ, ഒരുപാട് മാങ്ങ, നല്ല സൈസുള്ള മാങ്ങ, പോരാത്തതിന് ഡിസീസ് റെസിസ്റ്റൻസും. എന്തെങ്കിലും നോക്കാനുണ്ടോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാന്റ് നമ്മൾ ഹൈബ്രിഡ് എന്നാണ് കേട്ടോ വിളിക്കുക. അപ്പോൾ ഈ ഒരു മൊത്തം പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, ഡിസീസ് റെസിസ്റ്റൻസിന് വേണ്ടി ചെയ്യുന്ന ഹൈബ്രിഡൈസേഷൻ നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം കേട്ടോ. എപ്പോഴും ഡിസീസ് റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടല്ല, പല ഗുണങ്ങളായിരിക്കും നമുക്ക് പലപ്പോഴും വേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ആ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഹൈബ്രിഡൈസേഷൻ ആർട്ടിഫിഷ്യലി നമ്മൾ ഹ്യൂമൻസ് ചെയ്യുന്ന പരിപാടിയാണ് ഈ ക്രോസിംഗ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ക്രോസ് ചെയ്യാം എന്ന് ഞാൻ അവിടെ ഒരൊറ്റ ടേം കൊണ്ട് ഞാനതങ്ങ് എഴുതി. പക്ഷെ അതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? ഈ എൻ്റെ എന്താ പറയുക, റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ടാവും, ബീൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ടാവും, ശരിയല്ലേ? നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, ഈ ബീൻ്റെ അകത്തുനിന്ന് ജസ്റ്റ് എന്നോ ബീന്നോ എങ്ങനെ വേണേൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം കേട്ടോ. സിംപ്ലി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ബീൻ്റെ അകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പോളൻ ഗ്രെയിൻ എടുക്കും, മനസ്സിലായോ? എൻ്റെ സ്റ്റിഗ്മ ഉണ്ടാവില്ലേ, എൻ്റെ സ്റ്റിഗ്മയെ കൊണ്ട് ഇടും. അപ്പോൾ ഇവർ ക്രോസ് ആയോ ഇല്ലയോ? നിങ്ങൾ പറ. ബീൻ്റെ അകത്തുനിന്ന് പോളൻ ഗ്രെയിൻ എടുത്തിട്ട് എൻ്റെ സ്റ്റിഗ്മയെ കൊണ്ട് ഇടും. ക്രോസ് ആയോ ഇല്ലയോ? ആയില്ലേ. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ വേറെ ഏതെങ്കിലും ഒരു ഡി എന്ന് പറഞ്ഞാൽ വേറെ ഏതോ പ്ലാന്റ് ഉണ്ടെന്ന് വിചാരിക്കും. വേറെ ഏതോ മാവുണ്ട്. ഈ മാവിൽ നിന്ന് പിന്നെ ഏതെങ്കിലും പോളൻ ഗ്രെയിൻ എൻ്റെ മേലെ വീഴാൻ പാടൂല. നമ്മളൊരു പ്രോപ്പറായിട്ടുള്ളൊരു ലക്ഷ്യം നമുക്കുണ്ട്, അല്ലേ? എൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും വേണം, ബീൻ്റെ ഡിസീസ് റെസിസ്റ്റൻസും വേണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിൽ തടസ്സപ്പെടുത്താൻ വേറൊരു ഡിയോ അങ്ങനെ വേറൊരു എഫോ ജിയോ ഒന്നും വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വേറെ എവിടുന്ന് എന്ത് ചെയ്യാൻ പാടില്ല, പോളൻ ഗ്രെയിൻ എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റിഗ്മേനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് കവർ ചെയ്ത് വെക്കണം. കണ്ടാമിനേഷൻ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ഓക്കെ, കണ്ടാമിനേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് എന്തിൽ വരുന്നത്, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ വരുന്നത്. അപ്പോൾ ഒരു ക്രോപ്പിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു അപ്രോച്ചാണ് എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഓൾസോ പോളൻ, നമുക്ക് വേണ്ട പോളൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആർട്ടിഫിഷ്യലി നമ്മൾ മനഃപൂർവ്വം എന്ത് ചെയ്യും, ക്രോസ് ചെയ്യാണ് ചെയ്യുക. അതേപോലെ തന്നെ സ്റ്റിഗ്മയെ നമ്മൾ എന്തും ചെയ്യണം, കണ്ടാമിനേഷൻ, അതായത് വേറെ ഏതെങ്കിലും ഒരു നമുക്ക് താല്പര്യമില്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഫ്ലവറിൽ നിന്ന് ഒരു പോളൻ ഗ്രെയിൻ വരുന്നതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യുകയും കൂടി ചെയ്യണം. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ്റെ കുറച്ച് സ്റ്റെപ്സ് നോക്കിയാലോ, ഇതെങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ജസ്റ്റ് ഇമാജിൻ എയും ബിയും ഉണ്ട്. ബിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, പോളൻ ഗ്രെയിൻ എടുത്തു. ഇവിടെ എ ഉണ്ട്. എ ബൈസെക്ഷലാണ്. എന്താണെന്നാണ് പറഞ്ഞത്? എ ബൈസെക്ഷലാണ്. എന്താ ബൈസെക്ഷൽ? ഇവിടെ എന്തുണ്ട്, എക്കും എന്തുണ്ട്, സ്റ്റേമൻസ് ഉണ്ട്. ഇങ്ങനെയാണ് കിടക്കുന്നത്, ഈ ഫ്ലവർ ഇങ്ങനെയാണ് കിടക്കുന്നത്. എക്കും എന്തുണ്ട്, സ്റ്റേമൻസ് ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ എൻ്റെ സ്റ്റേമൻസ് നിന്ന് പൂമ്പൊടി വീണിട്ട് അത് ഈ സ്റ്റിഗ്മയിലേക്ക് വരാൻ പാടുണ്ടോ ഇല്ലയോ? നിങ്ങൾ പറ. എൻ്റെ സ്വന്തം പൂമ്പൊടി സ്റ്റിഗ്മയിലേക്ക് വീഴാൻ പാടുണ്ടോ ഇല്ലയോ?
പാടില്ല. കാരണം നമ്മളെ ലക്ഷ്യം എന്താ, ഈ ബി എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്ന് നമുക്ക് കിട്ടിയ പോളൻ ഗ്രെയിൻ എവിടെ എത്തിക്കണം, എയുടെ സ്റ്റിഗ്മയിൽ എത്തിക്കണം. അതല്ലേ നമ്മുടെ ഗോള്. അപ്പം ബാക്കി ഒരു തരത്തിലുള്ള എ എന്നുള്ള പോളൻ ഗ്രെയിനും വരാൻ പാടില്ല, ഒരു പോളൻ ഗ്രെയിനും വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അഥവാ നമ്മളെ പ്ലാന്റ് എന്ന് പറയുന്ന എ എന്ന് പറയുന്നത് ബൈസെക്ഷൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റേമെൻ്റൊക്കെ എന്ത് ചെയ്യണം, അങ്ങ് കട്ട് ചെയ്ത് കളയണം. മനസ്സിലായോ? സ്റ്റേമെൻ്റൊക്കെ എന്ത് ചെയ്യണം, അങ്ങ് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ പറഞ്ഞ സ്റ്റേമെൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല, നിലനിൽക്കില്ല. ഈ പറഞ്ഞ സ്റ്റേമെൻ തന്നെ എന്ത് ചെയ്യില്ല, നിലനിൽക്കില്ല. സ്റ്റേമെൻ മുഴുവൻ നമ്മൾ എന്ത് ചെയ്തു, കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ, ഒരു എയും ഉണ്ട് ബിയും ഉണ്ട്, ബീൻ്റെ പോളൻ ഗ്രെയിനും ഉണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, ഈ ബീൻ്റെ പോളൻ ഗ്രെയിൻ അവിടെ കൊണ്ടുപോയി ഇടാം. അപ്പോൾ ആകെ ഒരൊറ്റ പോളൻ ഗ്രെയിനെ മുളയ്ക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു പോളൻ ഗ്രെയിനെ ജെർമിനേറ്റ് ചെയ്യുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ മേക്ക് ഷുവർ ദാറ്റ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ സ്റ്റേമൻ ഉണ്ടെങ്കിൽ സ്റ്റേമൻ എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ ആന്തർ, ബേസിക്കലി ആന്തർ, കാരണം ആന്തർ എന്നാണല്ലോ ഇത് റിമൂവ് ആവുന്നത്. ഈ ഫിലമെൻ്റ് ഒന്നും ഇവിടെ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, കാരണം ഫിലമെൻ്റ് ഒന്ന് പോളൻ ഗ്രെയിൻ ഒന്നും വരില്ലല്ലോ, ആന്തർ എന്നല്ലേ പോളൻ ഗ്രെയിൻ വരുന്നത്. സോ ആന്തർ എന്ത് ചെയ്യണം, അങ്ങ് റിമൂവ് ചെയ്ത് കളയണം. അതാണ് എന്ത്, ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ഇമാസ്കുലേഷൻ. മാസ്കുലിൻ എന്നൊക്കെ പറഞ്ഞാൽ മെയിൽ എന്നുള്ള അർത്ഥം, അല്ലേ? മാസ്കുലിൻ, ഫെമിനിൻ, മാസ്കുലിൻ കേട്ടിട്ടില്ലേ? അപ്പം മാസ്കുലിൻ എന്ത് ചെയ്യണം, ഈ മാസ്കുലേഷൻ എന്നാൽ മാസ്കുലിനിറ്റി അങ്ങ് ഒഴിവായി കളയുക. അതായത് മെയിലിന് എന്ത് ചെയ്യാൻ കട്ട് ചെയ്ത് കളയുക, ആന്തറിന് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഈ മാസ്കുലേഷൻ, ഓക്കെ, ഈ മാസ്കുലേഷൻ എവിടെയാണ് നടത്തുന്നത്, ബൈസെക്ഷൽ ഫ്ലവേഴ്സിലാണ് നടത്തുന്നത്. എന്താണ് റിമൂവ് ചെയ്യുക, ആന്തേഴ്സ് ആണ് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. ഇത് നമ്മൾ പൊതുവെ ബഡിൽ നിന്നാണ് കേട്ടോ ചെയ്യുക, ബഡിൽ നിന്നാണ് ചെയ്യുക. നമ്മൾ പൂ വിരിയാൻ കാത്തിക്കില്ല, നമ്മൾ ബഡ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂവിൻ്റെ മുട്ട് കിട്ടി, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് പോയിട്ട് ചെയ്യാം. ഒരു പൂവ് എടുക്കുക, ഒരു ബൈസെക്ഷൽ ഫ്ലവർ എടുക്കുക. ബൈസെക്ഷൽ ഫ്ലവർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് മുട്ട് തുറന്ന് നോക്കുക. തുറന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കാണും, കുറേ ആന്തറും കാണും, എന്നുവെച്ചാൽ കുറേ സ്റ്റേമനും കാണും, ഒരു ഓവറയും കാണും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, സ്റ്റേമനൊക്കെ ഇങ്ങനെ പറിച്ച് എന്ത് ചെയ്യുക, കളയാം. ഓക്കെ, യു കൻ യൂസ് ഫോർസെപ്സ് ഓർ സംതിങ്. ഇപ്പോൾ ഫോർസെപ്സ് ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് വലിയ പ്ലാന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ ചെയ്യാം. ചെറിയ പ്ലാന്റ് ആകുമ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ ഫോർസെപ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുക. എനിവേസ്, ഇമാസ്കുലേഷൻ നിങ്ങൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യമാണ്. നോർമൽ എല്ലാ പ്ലാന്റ് ബ്രീഡേഴ്സും ചെയ്യുന്ന ഒരു കാര്യം തന്നെ കേട്ടോ, ആനക്കാര്യമൊന്നുമല്ല. അപ്പോൾ അതാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. ഇമാസ്കുലേഷന് ശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ എന്താ ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞു, വേറൊരു തരത്തിലും എന്ത് ചെയ്യാൻ പാടില്ല, കണ്ടാമിനേഷൻ നടക്കാൻ പാടില്ല. ഈ പറഞ്ഞ സ്റ്റിഗ്മയിലേക്ക് വൺസ് നമ്മൾ ബീനെ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ബി പോളൻ നമ്മൾ എൻ്റെ സ്റ്റിഗ്മയിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡിയോ എഫോ ഇയോ ഒന്നിൽ നിന്നും വേറെ ഒരു പ്ലാന്റിൽ നിന്നും എന്ത് ചെയ്യാൻ പാടില്ല, പോളൻ ഗ്രെയിൻ വീഴാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ സ്റ്റിഗ്മേനെ, ഈ ബി പോളൻ വീണ് കിടക്കുന്ന സ്റ്റിഗ്മേനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു എന്തെങ്കിലും ബട്ടർ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, അങ്ങ് കെട്ടിക്കളയും. ഓക്കെ, നമ്മൾ കെട്ടിക്കളയും. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും പ്ലാനിൽ നിന്ന് പോളൻ വന്നാലും അതെല്ലാം ഈ ബട്ടർ പേപ്പറിൻ്റെ പുറത്ത് നോക്കിയിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ, അകത്തേക്ക് എൻട്രി ഇല്ല. മനസ്സിലായോ? അപ്പോൾ വൺസ് ബീൻ്റെ പോളൻ നമ്മൾ ആർട്ടിഫിഷ്യലി എൻ്റെ സ്റ്റിഗ്മയിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ സ്റ്റിഗ്മ എന്ത് ചെയ്യും, ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും ഒരു ബാഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കെട്ടിവെക്കും. അതിനാണ് ബാഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇമാസ്കുലേഷൻ കഴിഞ്ഞ ഫ്ലവേഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബാഗിങ് നടത്തേണ്ടത്. ഇമാസ്കുലേഷൻ കഴിഞ്ഞ ഫ്ലവേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യുക, ബാഗിങ് നടത്തുക. ക്ലിയർ ആയോ? ഒരു ഇമേജ് കാണിച്ചു തരാം. അതെ, ഇമാസ്കുലേഷൻ കഴിഞ്ഞ ഫ്ലവർ ബഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതൊക്കെ എന്താണ്, ബഡുകളാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഒരു ഫ്ലവറിനല്ല ഇമാസ്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലവർ ബഡിനെ ഇമാസ്കുലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബാഗ് യൂസ് ചെയ്ത് കെട്ടി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഇതാണ് എന്ത്, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, നമ്മളപ്പോൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. പോളിനേഷൻ പറഞ്ഞു, എല്ലാ ഓർഗൻസ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പോളിനേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ എവിടെ എത്തി, പോളൻ ഗ്രെയിൻ എവിടെ എത്തി, ഫീമെയിലിൻ്റെ സ്റ്റിഗ്മയിൽ എത്തി, അല്ലേ? പോളൻ ഗ്രെയിൻ എവിടെ എത്തി, ഫീമെയിലിൻ്റെ സ്റ്റിഗ്മയിൽ എത്തിക്കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ആ എഗ്ഗും ആ പറഞ്ഞ മെയിൽ ഗാമറ്റും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഫ്യൂസ് ചെയ്യണം, അല്ലെ, ഒന്ന് ഫെർട്ടിലൈസ് ചെയ്യണം. അതാണ് ഈ പറഞ്ഞ ഡബിൾ ഫെർട്ടിലൈസേഷനിൽ നടക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ അതെന്താന്ന്. അപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷനിൽ നിങ്ങൾക്ക് 2 ടേംസ് ആണ് പഠിക്കാനുള്ളത്, സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. അതുകൊണ്ടാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഡബിൾ, ഞാൻ നേരത്തെ പറഞ്ഞു 2 മെയിൽ ഗാമറ്റ് വരുന്നുണ്ട്, പക്ഷേ ഫ്യൂസ് ചെയ്യാൻ അവിടെ ഒരു എഗ്ഗേ ഉള്ളൂ. അപ്പോൾ ഈ മെയിൽ ഗാമറ്റ് തമ്മിൽ ചിലപ്പം വഴക്കുണ്ടാവാം, അല്ലേ, ഇതിലേതെങ്കിലും ഒരു മെയിൽ ഗാമറ്റ് ഫ്യൂസ് ചെയ്തേക്കാം, ബാക്കി ഒരു മെയിൽ ഗാമറ്റ് എവിടെ പോകും, ഈ കഥയൊക്കെ നമുക്ക് അറിയണ്ടേ. ഇതൊക്കെയാണ് നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷനിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം എന്താണ് സിംഗമി എന്ന് പറയുന്നത്. സിംഗമി എന്താണ് സിംഗമി? ഒരു മെയിൽ ഗാമറ്റും എഗ്ഗും ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാകുന്ന പ്രോസസ്സാണ് സിംഗമി. എന്താണ് സിംഗമി? ഒരു മെയിൽ ഗാമറ്റും ഒരു എഗ്ഗും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവും. അതായത്
ഇതൊരു മെയിൽ ഗാമറ്റ് ആണെന്ന് വെച്ചോ. നമ്മളെ പോളൻ ഗ്രെയിനിൽ നിന്ന് 2 മെയിൽ ഗാമറ്റ് വന്നില്ലേ, അതിൽ ഒരാളാണ് ഇവൻ. ഇതൊരു എഗ് ആണെന്ന് വെച്ചോ. ഇവർ രണ്ടുപേരും ഹാപ്ലോയിഡ് അല്ലേ, ഇവർ രണ്ടുപേരും ഗാമറ്റ്സ് അല്ലേ. ഇത് മെയിൽ ഗാമറ്റ് ആണെങ്കിൽ ഇതെന്താണ്, ഫീമെയിൽ ഗാമറ്റ് അല്ലേ. ഒന്ന് മെയിൽ ഗാമറ്റ് ആണെങ്കിൽ മറ്റെന്താണ്, ഫീമെയിൽ ഗാമറ്റ് അല്ലേ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യും, ഫ്യൂസ് ചെയ്യും. ഇവർ രണ്ടുപേരും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് എന്താ ഉണ്ടാവുക, സൈഗോട്ട്. എന്താ ഉണ്ടാവുക, സൈഗോട്ട്. ആൻഡ് സൈഗോട്ട് ഇസ് 2n. കാരണം എന്നും കൂട്ടിയാൽ 2n. ഒന്നും കൂട്ടിയാൽ 2 അല്ലേ, അപ്പോൾ എന്നും കൂട്ടിയാൽ 2n, റൈറ്റ്. അപ്പം ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സൈഗോട്ടാണ് നമുക്ക് എന്തിൻ്റെ ബലമായി കിട്ടുന്നത്, സിംഗമീൻ്റെ ബലമായിട്ട് കിട്ടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിംഗമി എന്താണെന്ന് ചോദിക്കും. സിംഗമീൻ്റെ ബലമായി കിട്ടുന്ന സൈഗോട്ടിൻ്റെ പ്ലോയിഡി അറിഞ്ഞിരിക്കണം. അപ്പോൾ സിംഗമിയിൽ എന്താ നടക്കുന്നത്, ഒരു മെയിൽ ഗാമറ്റും അതേപോലെ ഒരു എഗ്ഗല്ലേ ഉള്ളൂ ഫ്യൂസ് ചെയ്യാൻ. അപ്പോൾ ഒരു എഗ്ഗും കൂടെ ഫ്യൂസ് ചെയ്ത് എന്താ കിട്ടുന്നത്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടാണ് നമുക്ക് കിട്ടുന്നത്. മെയിൽ ഗാമറ്റ് എന്തായിരുന്നു, ഹാപ്ലോയിഡ് ആയിരുന്നു. എഗ് എന്തായിരുന്നു, ഹാപ്ലോയിഡ് ആയിരുന്നു. അപ്പോൾ ഉണ്ടാവുന്ന സൈഗോട്ട് എന്തായിരിക്കും, ഡിപ്ലോയിഡ് ആയിരിക്കും. ക്ലിയർ ആണോ? ഇതാണ് സിംഗമി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗ്യവാൻ ആ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സിംഗമിയൊക്കെ കഴിഞ്ഞു. പക്ഷേ വേറൊരാളുണ്ട്, ഒറ്റയ്ക്ക് അല്ലേ, ഫ്യൂസ് ചെയ്യാൻ ആരുമില്ലാതെ നിൽക്കുന്ന ഒരു മെയിൽ ഗാമറ്റ് ഇല്ലേ. പക്ഷേ ആ മെയിൽ ഗാമറ്റിന് എന്തുണ്ട്, ആ മെയിൽ ഗാമറ്റിന് ഫ്യൂസ് ചെയ്യാൻ ആളെ കിട്ടിയിടോ. ആ മെയിൽ ഗാമറ്റിന് എന്ത് ചെയ്തു, രണ്ടാമത്തെ മെയിൽ ഗാമറ്റിന് ഫ്യൂസ് ചെയ്യാൻ 2 ആളെ കിട്ടി. എഗ്ഗില്ലെങ്കിൽ എന്താ, എഗ്ഗില്ലേ പോകാൻ പറ, 2 ആളെ കിട്ടി. ആരാണ് 2 ആൾ, പോളാർ ന്യൂക്ലിയായി. നടുവിൽ കിടക്കുന്ന 2 ബെസ്റ്റ് ഫ്രണ്ട്സ്, 2 പോളാർ ന്യൂക്ലിയായി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞോ. അവരുമായിട്ട് ആര് ഫ്യൂസ് ചെയ്യും, ഈ പറഞ്ഞ മെയിൽ ഗാമറ്റ് പോയി ഫ്യൂസ് ചെയ്യും. അപ്പോൾ 2 മെയിൽ ഗാമറ്റ് ഉണ്ടായിരുന്നു, അതിൽ ഒരാൾ സിംഗമി കഴിഞ്ഞു പോയി, മറ്റേ ആൾ എന്ത് ചെയ്തു, മറ്റേ ആൾ ഈ പറഞ്ഞ പോളാർ ന്യൂക്ലിയ ആയിട്ട് ഫ്യൂസ് ചെയ്യും. പോളാർ ന്യൂക്ലിയ എത്ര എണ്ണം ഉണ്ട്, 2 എണ്ണം ഉണ്ട്. സോ എന്താ അവിടെ നടക്കുന്നത്, ഒരു മെയിൽ ഗാമറ്റ്, കാരണം ഒരു മെയിൽ ഗാമറ്റ് ഓൾറെഡി പോയിട്ടോ, ഒരു മെയിൽ ഗാമറ്റ് ഇത് ഇവിടെ പോയി. അപ്പോൾ ഇനി വേറൊരു മെയിൽ ഗാമറ്റ് ഉണ്ട്. ഈ മെയിൽ ഗാമറ്റ് എന്താണ്, ഹാപ്ലോയിഡ്. പിന്നെ ഈ മെയിൽ ഗാമറ്റ് നോക്കിയപ്പോൾ ആരെയാണ് കണ്ടത്, 2 പോളാർ ന്യൂക്ലിയ ഇതേ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്നു. ഇതിൽ ഓരോരുത്തരും എന്താണ്, ഹാപ്ലോയിഡ്. ഈ പോളാർ ന്യൂക്ലിയ ഹാപ്ലോയിഡ്, ഈ പോളാർ ന്യൂക്ലിയ ഹാപ്ലോയിഡ്. 2 ആളും ഹാപ്ലോയിഡ് കേട്ടോ. അപ്പം ഫസ്റ്റ് പോളാർ ന്യൂക്ലിയ ഇത് 1 ഇടാം, ഇത് 2 ഇടാം. ഈ 2 പോളാർ ന്യൂക്ലിയ എന്താണ്, ഹാപ്ലോയിഡ്. അപ്പോൾ ഇവർ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ 3 ആളില്ലേ, ആരാ ഉണ്ടാവുന്നത്, PEN, പെന്നോ, പെൻ തന്നെ, PEN, അതായത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ഉണ്ടാവുന്നത്. ആരാണ് ഉണ്ടാവുന്നത്, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിൻ്റെ പ്ലോയിഡ് എന്തായിരിക്കും, നിങ്ങൾ പറ. ഇവിടെ ഞാൻ എഴുതിയിട്ടില്ല, സോ നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പ്രൈമറി എൻഡോസ്പേം ഞാൻ എഴുതിയിട്ടുണ്ടോ, ഇല്ല. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിൻ്റെ പ്ലോയിഡ് എന്തായിരിക്കും, യു ഗൈസ് ടെൽ മീ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ഒരു മെയിൽ ഗാമറ്റും ഒരു എഗ്ഗും ഫ്യൂസ് ചെയ്തപ്പം ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടായി. ഇവിടെ ഒരു മെയിൽ ഗാമറ്റും 2 പോളാർ ന്യൂക്ലിയ ആണ് ഫ്യൂസ് ചെയ്യുന്നത്. അപ്പം പ്ലോയിഡ് എന്തായിരിക്കും, 3n. 1ഉം 2ഉം കൂട്ടിയാൽ 3 അല്ലേടോ, ആണ്. അപ്പം ഒരു മെയിൽ ഗാമറ്റ് വിച്ച് ഇസ് ഹാപ്ലോയിഡ് ആൻഡ് 2 പോളാർ ന്യൂക്ലിയൈഡ് വിച്ച് ആർ ഹാപ്ലോയിഡ് എന്ത് സംഭവിക്കും, ഫ്യൂസ് ചെയ്യും. 2 പോളാർ ന്യൂക്ലിയയും ഒരു മെയിൽ ഗാമറ്റും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് യു ഗെറ്റ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് അല്ലെങ്കിൽ പെൻ. അതിൻ്റെ പ്ലോയിഡ് എന്താണ്, 3n. എന്താണ് പെന്നിൻ്റെ പ്ലോയിഡി, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്നാണ് പേര്. എന്താണ് പ്ലോയിഡി, 3n ആണ് പ്ലോയിഡി. ആ കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. ഈ പറഞ്ഞ സൈഗോട്ടല്ലേ, സൈഗോട്ടാണ് പിന്നീട് എന്തായി മാറുക, എംബ്രിയോ ഒക്കെ ആയിട്ട് മാറുക കേട്ടോ. സൈഗോട്ട് പിന്നീട് എംബ്രിയോ ആയിട്ട് മാറും. ഈ പെന്നില്ലേ, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്, അതെന്തായിട്ടാണ് മാറുക, ഇറ്റ് ബിക്കംസ് ദി എൻഡോസ്പേം. എന്തായിട്ടാണ് മാറുക, എൻഡോസ്പേം ആയിട്ടാണ് മാറുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇതാണെന്ത്, ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് പ്ലാന്റ്സിൽ നടക്കുന്ന ഫെർട്ടിലൈസേഷനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? പ്ലാന്റിൽ നടക്കുന്ന ഫെർട്ടിലൈസേഷനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത് അവിടെ 2 ഫ്യൂഷൻ പ്രോസസ്സ് ഇൻവോൾവ് ആയതുകൊണ്ടാണ്. ആദ്യത്തെ ഫ്യൂഷനാണ് സിംഗമി, രണ്ടാമത്തെ ഫ്യൂഷനാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. സിംഗമീനകത്ത് ഒരു മെയിൽ ഗാമറ്റും ഒരു എഗ്ഗും ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാവുന്നു. പക്ഷേ രണ്ടാമത്തെ ട്രിപ്പിൾ ഫ്യൂഷനിലാണെങ്കിലോ ഒരു മെയിൽ ഗാമറ്റും 2 പോളാർ ന്യൂക്ലിയയും ഫ്യൂസ് ചെയ്തിട്ട് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള ആരുണ്ടാവുന്നു, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് അല്ലെങ്കിൽ പെൻ ഉണ്ടാവുന്നു. ഓക്കെ, ഇതാണ് എന്ത്, ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഇതിന് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സിംഗമി നടക്കുന്നത് ഫസ്റ്റ് പ്രോസസ്സ്, ഫസ്റ്റ് ഫ്യൂഷൻ. ട്രിപ്പിൾ ഫ്യൂഷൻ എന്നുള്ളത് രണ്ടാമത്തെ പ്രോസസ്സ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഫ്യൂഷൻ. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്നുണ്ട് 2 ഫ്യൂഷൻ നടക്കുന്നതുകൊണ്ടാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഈ പോയിന്റ് മനസ്സിലായോ?
അപ്പം ഒന്നുമില്ല, ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾക്ക് ആ ഒരു ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞ ആ ഒരു ഇതാണ് കാണിക്കുന്നത്. ഇത് ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി ഇതാണ് സൈഗോട്ട്. സൈഗോട്ട് എങ്ങനെ ഉണ്ടായി? ഒരു എഗ്ഗും ഒരു മെയിൽ ഗാമറ്റും ഫ്യൂസ് ചെയ്തിട്ട് 2n ആയിട്ടുള്ളൊരു സൈഗോട്ട് എന്ത് ചെയ്തു? ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സിനർജിഡ്സിൻ്റെ ആവശ്യം ഉണ്ടോ? ഇല്ല, സിനർജിഡ്സിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ? എഗ്ഗ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം പോയി. എഗ്ഗ് എന്ന് പറഞ്ഞ കഥാപാത്രം മെയിൽ ഗാമറ്റുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഇപ്പോൾ സൈഗോട്ട് എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സൈഗോട്ട് എന്ന് പറയുന്നത് 2n ആണ്. സൈഗോട്ടിന് സ്വന്തം കാര്യം നോക്കാൻ സൈഗോട്ടിന് അറിയാം. അപ്പോൾ സിനർജിറ്റ്സിൻ്റെ പ്രൊട്ടക്ഷൻ ആവശ്യമില്ല. സോ സിനർജിറ്റ്സ് വുഡ് ഡീജനറേറ്റ്. ഓക്കെ, സിനർജിറ്റ്സ് എന്തായി പോകുന്നുണ്ട്? ഡീജനറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സൈഗോട്ട് 2n ആണെന്ന് മനസ്സിലാക്കുക. ഈ പറഞ്ഞ നടുവിലത്തെ സെൽ എന്താണ്? പ്രൈമറി എൻഡോസ്പേം സെൽ. ഒന്നുമില്ലടോ, ഈ ന്യൂക്ലിയസ് നമ്മൾ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്നല്ലേ വിളിച്ചത്. അതായത് രണ്ടാമത്തെ മെയിൽ ഗാമറ്റ്. ഓക്കെ, രണ്ടാമത്തെ മെയിൽ ഗാമറ്റ്, അതായത് ഒരു മെയിൽ ഗാമറ്റും അതേപോലെ 2 പോളാർ ന്യൂക്ലിയായും ഫ്യൂസ് ചെയ്തിട്ടാണ് ആരുണ്ടായത്? ഈ പറഞ്ഞ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടായത്. അപ്പോൾ ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് കിടക്കുന്ന ആ സെല്ലിനെ നമ്മൾ എന്താ വിളിക്കുക? പ്രൈമറി എൻഡോസ്പേം സെൽ. സിമ്പിൾ അല്ലേ? അപ്പോൾ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് കിടക്കുന്ന സെല്ലിനെ നമ്മൾ പ്രൈമറി എൻഡോസ്പേം സെൽ എന്ന് വിളിച്ചു. റൈറ്റ്. ആൻഡ് ഇവിടെ പറഞ്ഞ ആൻറ്റിപോഡൽ സെൽസിൻ്റെ ആവശ്യമില്ല. ആൻറ്റിപോഡൽ സെൽസ് എന്ത് ചെയ്യും? ഡീജനറേറ്റ് ചെയ്ത് പോകും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിയല്ലോ. ഇത് ഈ ഒരു ഡബിൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് ഒരു എംബ്രിയോൺ സാക്കിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ എന്താണെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അത് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് വരയ്ക്കുക, പ്രൈമറി എൻഡോസ്പേം സെല്ല് മാർക്ക് ചെയ്യുക, സൈഗോട്ട് മാർക്ക് ചെയ്യുക, സിനർജിഡ്സിനെ ലൈറ്റായിട്ട് വരച്ചു കൊടുക്കുക. അവർ ഡീജനറേറ്റ് ചെയ്ത് പോകുന്ന പോലെ ആൻറ്റിപോഡൽസിനെ ചെറുതായിട്ട് വരയ്ക്കുക. അവരും എന്താവും? ഡീജനറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഇതാണ് എന്ത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഫെർട്ടിലൈസേഷനും കഴിഞ്ഞു. പ്രീ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു, പ്രീ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു. ഇനി എന്താ ഉള്ളത്? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷന് ശേഷം എന്താണ് നടക്കുന്നതെന്ന്? ഫെർട്ടിലൈസേഷൻ വരെ പഠിച്ചാൽ പോരെ, എന്തിനാ പോസ്റ്റ് ഫെർട്ടിലൈസേഷനൊക്കെ പഠിക്കണ്ടേ? നമുക്ക് പുതിയ പ്ലാന്റ് കിട്ടണ്ടേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റ് ഫെർട്ടിലൈസേഷനും പഠിക്കണം. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. നിങ്ങൾക്ക് പണ്ട് മുതലേ നിങ്ങൾ കേട്ടിട്ടുള്ള കഥാപാത്രങ്ങളെ ഇവിടെ ഉള്ളൂ. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓവറായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. അപ്പോൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ സ്ട്രക്ചേഴ്സ് ആൻഡ് ഇവൻറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നോക്കിയാലോ? ഓക്കെ, അപ്പോൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു. നമുക്ക് ആരൊക്കെ ഉണ്ട്? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്താ ഉള്ളത്? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് ഡിപ്ലോയ്ഡ് ആയിട്ടുള്ള ആരുണ്ട്? സൈഗോട്ട് ഉണ്ട്. ശരിയാണോ? ഡിപ്ലോയ്ഡ് ആയിട്ടുള്ള സൈഗോട്ട് നമുക്കില്ലേ? ഉണ്ട്. നമുക്ക് ട്രിപ്ലോയ്ഡ് ആയിട്ടുള്ള ആരുണ്ട്? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസും ഇല്ലേ? അപ്പോൾ ഡിപ്ലോയ്ഡ് ആയിട്ടുള്ള സൈഗോട്ടും ഉണ്ട്, ട്രിപ്ലോയ്ഡ് ആയിട്ടുള്ള പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസും ഉണ്ട്. ഇവർക്കിനി എന്താ നടക്കുന്നതെന്നല്ലേ നോക്കേണ്ടത്? സൈഗോട്ട് ആരാവും? എംബ്രിയോ ആയി മാറും. ഓക്കെ, സൈഗോട്ട് ആരാവും? എംബ്രിയോ ആയി മാറും. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആരായി മാറും? എൻഡോസ്പേം ആയിട്ട് മാറും. എന്താ എൻഡോസ്പേം? പറഞ്ഞുതരാം കേട്ടോ. എന്താ എൻഡോസ്പേം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ എംബ്രിയോ ആയിട്ട് മാറുന്നത് ആരാണ്? സൈഗോട്ടാണ്. ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആരായിട്ടാണ് മാറുന്നത്? എൻഡോസ്പേം ആയിട്ടാണ് മാറുന്നത്. ഈ ഒവ്യൂള്, അതായത് ഓവറിൻ്റെ അകത്താണല്ലോ ഒവ്യൂൾ കിടക്കുന്നത്. ഒവ്യൂൾ ഞാൻ ആദ്യമേ പറഞ്ഞു. ഞാൻ പണ്ട് ഈ ഒരു ഒവ്യൂൾ, 2 ഒവ്യൂൾ, മാംഗോ, വാട്ടർമെലൺ എന്നൊക്കെ പറഞ്ഞ എക്സാമ്പിൾസൊക്കെ ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവും. മാംഗോയിൽ ഒരു കുരുവേ ഉണ്ടാവുള്ളൂ, എന്നാൽ വാട്ടർമെലണിലും പപ്പായയിലൊക്കെ ഒരുപാട് കുരുക്കളുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരുപാട് ഒവ്യൂൾ ഉണ്ടായിരുന്നു. ആ ഒവ്യൂളാണ് പിന്നീട് സീഡാവുന്നതെന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? അതാണ് ഇവിടെ. ഒവ്യൂൾ എന്താവും? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ സീഡാവും. ഓവറി എന്താവും? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ ഫ്രൂട്ടാവും. ഇത് മാറിപ്പോകരുത്. ഒവ്യൂള് സീഡാവുന്നും ഓവറി ഫ്രൂട്ട് ആവുന്നും മാറിപ്പോകരുത്. എടോ, ഇത് ഓവറി ആണെങ്കിൽ ഓവറിക്ക് അകത്തല്ലേ ഒവ്യൂള് കിടക്കുന്നത്? എപ്പോഴും ഫ്രൂട്ടിനകത്തല്ലേ സീഡ് ഉണ്ടാവുക? ഫ്രൂട്ടിൻ്റെ പുറത്ത് സീഡ് ഉണ്ടാവുമോ? നിങ്ങൾക്കൊക്കെ മാങ്ങേൻ്റെ സീഡ് മാങ്ങയ്ക്ക് പുറത്താ? അല്ലല്ലോ, മാങ്ങയ്ക്ക് അകത്തല്ലേ. സോ പുറത്തുള്ളത് നിങ്ങളുടെ ഓവറി ആണെങ്കിൽ അതാണ് പിന്നീട് എന്തായി മാറുന്നത്? ഫ്രൂട്ടായിട്ട് മാറുന്നത്. അകത്തുള്ളത് നിങ്ങളെ ഒവ്യൂളാണെങ്കിൽ അതാണ് എന്തായി മാറുന്നത്? സീഡായിട്ട് മാറുന്നത്. ഇനി ഇത് എന്തായാലും മാറിപ്പോകുന്നുള്ളവർ എന്താ ആലോചിച്ച് വെക്കുക? ഓവറിയിൽ ഒരു 6 ഉണ്ട്, ഫ്രൂട്ടിലും ഒരു 6 ഉണ്ട്. ഓക്കെ, ഈ കാര്യം എന്ത് ചെയ്യുക? ആലോചിക്കാം. റൈറ്റ്. സോ ഇതാണ് എന്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് നോക്കിയാലോ? ഇവിടെ ലിസ്റ്റിൽ ഞാൻ ആദ്യം എംബ്രിയോ ഡെവലപ്മെൻ്റ് ആണ് എഴുതിയത്. പക്ഷേ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? എൻഡോസ്പേം ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്? നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് എൻഡോസ്പേം എന്ന് പറയുന്നത്? അതാണ് നമ്മുടെ ചോദ്യം. എന്താണ് എൻഡോസ്പേം എന്ന് പറയുന്നത്? അപ്പോൾ എൻഡോസ്പേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവത്തിലൊന്ന് വളരെ സിമ്പിളാണ്. ഈ എംബ്രിയോ എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ മെയിൻ ആൾ അല്ലേ? സൈഗോട്ട് വളർന്ന് എംബ്രിയോ ആയി, എംബ്രിയോ അല്ലേ വളർന്ന് പുതിയൊരു ഓർഗാനിസം ആവുക. അതെ, അപ്പോൾ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എന്താവും? എംബ്രിയോ ആവും. ഈ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് പുതിയൊരു ഓർഗാനിസം ആവും. പിന്നെ എന്തിനാണ് അവിടെ എൻഡോസ്പേം? എൻഡോസ്പേമിൻ്റെ ഉപയോഗം എന്താണ്? ഈ വളർന്നു വരുന്ന എംബ്രിയോയ്ക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എൻഡോസ്പേമിൻ്റെ ഫംഗ്ഷൻ. ഈ ഫുഡ് പ്രൊവൈഡ് ചെയ്ത ആൾക്കാർ നമ്മൾ കുറേ പഠിച്ചു. അങ്ങ് പണ്ട് ടപ്പീറ്റം പഠിച്ചത് ഓർമ്മയുണ്ടോ? നമ്മുടെ
ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിനിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇവിടെ ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ എൻഡോസ്പേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എൻഡോസ്പേം എന്തായിരിക്കണം? ആദ്യം ഡെവലപ്പ് ആവണം. എംബ്രിയോ ഡെവലപ്പ് ആവുന്നതിന് മുന്നേ എൻഡോസ്പേം റെഡി ആയിരിക്കണം. ഫുഡ് ആദ്യമേ റെഡി ആയിരിക്കണം, എന്നാലേ അത് കഴിച്ചിട്ട് വളരാൻ പറ്റുള്ളൂ. സോ സ്വാഭാവികമായിട്ടും എൻഡോസ്പേം ഡെവലപ്മെൻ്റ് ആണോ എംബ്രിയോ ഡെവലപ്മെൻ്റ് ആണോ ആദ്യം നടക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതാ എഴുതുക? എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്. കോമൺ സെൻസ്. ആദ്യം ഫുഡ് ഉണ്ടെങ്കിലല്ലേ അത് കഴിച്ച് വലുതാവാൻ പറ്റുള്ളൂ. സോ എംബ്രിയോയ്ക്ക് വലുതാവണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? എൻഡോസ്പേം ഡെവലപ്പ് ചെയ്യണം. സോ എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് ഹാപ്പൻസ് ബിഫോർ എംബ്രിയോ ഡെവലപ്മെൻറ്റ്. ക്ലിയർ ആണോ? പിന്നെ ഞാൻ പറഞ്ഞു ഈ എന്താ പറയുക, പ്രൈമറി എൻഡോസ്പേം സെൽ അല്ലെങ്കിൽ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്, ഇതാണ് എൻഡോസ്പേമായിട്ട് മാറുന്നത്. ഇത് ട്രിപ്ലോയിഡാണ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇവരിൽ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഉണ്ട്. ഞാൻ പറഞ്ഞു നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇവരിൽ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഉണ്ട്. ആർക്ക് നറിഷ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്? ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് ന്യൂട്രീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് റിസർവ് ഫുഡ് മെറ്റീരിയൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു. ഓക്കെ, ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എങ്ങനെയാണ് എൻഡോസ്പേമായിട്ട് മാറുന്നത്? അതായത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരാളാണ്. ഇയാൾ എന്തായി മാറണം? എൻഡോസ്പേം എന്ന് പറയുന്ന ആളായിട്ട് മാറണ്ടേ. അപ്പോൾ ഇതെങ്ങനെ നടക്കുന്നത് നമുക്ക് നോക്കാം. അതാണ് നമ്മൾ നോക്കുന്നത്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ആദ്യം ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് എന്താവും? ഫ്രീ ന്യൂക്ലിയായി ആയിട്ട് മാറും. ഫ്രീ ന്യൂക്ലിയ, അതായത് ഒരു പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്നുള്ളത് ഡിവൈഡ് ചെയ്ത് കുറേ ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഓക്കെ, ഡിവൈഡ് ചെയ്ത് ഒരുപാട് തന്നെ ഡിവൈഡ് ചെയ്ത് കുറേ ന്യൂക്ലിയസ് ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ന്യൂക്ലിയസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ കുടിച്ചിട്ടുണ്ടാവും. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലേറ്റർ സെൽ വാൾ ഫോർമേഷൻ ഒക്കേഴ്സ്. അതായത് ആദ്യം ന്യൂക്ലിയസുകൾ മാത്രമാണ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ന്യൂക്ലിയസ് മാത്രമാണ് ഡിവൈഡ് ചെയ്യുക. പിന്നീടാണ് ഇവരെ ചുറ്റും എന്ത് ചെയ്യുന്നത്? സെൽ വാളുകൾ ഫോം ചെയ്യുന്നത്. സെൽ വാൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യില്ല? സെൽ വാൾ ഫോം ചെയ്യില്ല. ആദ്യം ന്യൂക്ലിയസ് മാത്രമാണ് ഡിവൈഡ് ചെയ്യുക. ഞാൻ ഒന്നും കൂടെ വരച്ച് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളിത് മനസ്സിലാക്കണം, കാരണം വെച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഒരു ഫസ്റ്റ് ന്യൂക്ലിയസ് മാത്രമാണ് ഡിവൈഡ് ചെയ്യുക, പിന്നെയാണ് സെൽ വാൾ ഡിവൈഡ്. ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണം. ഇമാജിൻ ഇതാണ് എന്ത് നമ്മളെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇതാണെന്ന് വിചാരിച്ചോ, കുറച്ച് വലുതാക്കി വരച്ചു എന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ഇതിനകത്തുള്ള ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ന്യൂക്ലിയസ് 1 2 2 4 ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ന്യൂക്ലിയസ് എന്ത് ചെയ്യാണ്? ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഒരുപാട് ന്യൂക്ലിയസ് ആയി. ഇതിപ്പോൾ എന്താ? ഫ്രീ ന്യൂക്ലിയർ സ്റ്റേജാണ്. ഫ്രീ ന്യൂക്ലിയർ. ഇവിടെ ഒരു തരത്തിലുള്ള എന്താ പറയുക സെൽ വാൾ ഫോർമേഷനോ നടന്നിട്ടില്ല. പക്ഷെ ഇനിയാണ് നടക്കുക. ഇങ്ങനെയൊരു ഫ്രീ ന്യൂക്ലിയർ സ്റ്റേജിന് ശേഷം ഈ ഓരോ ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യും? സെല്ലിങ്ങനെ ഫോം ചെയ്യാൻ തുടങ്ങും, സെൽ വാൾ ഫോം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇവരെന്തായി മാറും? പല സെല്ലുകളുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ്, ഒരു ടിഷ്യൂ ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എൻഡോസ്പേം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അതിനാണ് എന്ത് വിളിക്കുന്നത്? എൻഡോസ്പേം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആദ്യം തന്നെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയസ് മാത്രം ഡിവൈഡ് ചെയ്യുന്നു, കുറേ ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നു. ഇവരെ നമ്മൾ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം എന്ന് വിളിക്കുന്നത്. ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം എന്നാണ് വിളിക്കുക. ആ സ്റ്റേജിൻ്റെ പേരാണ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം. ഈ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമിൽ ഓരോ ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുന്നു? നമ്മളെ സെൽ വാൾ ഫോം ചെയ്ത് തുടങ്ങുന്നു. ആൻഡ് ദാറ്റ് ഈസ് സെൽ വാൾ ഫോർമേഷൻ. റൈറ്റ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കോക്കനട്ട് വാട്ടർ, തേങ്ങേനകത്തുള്ള വെള്ളം അല്ലേ? നമ്മളെ അമ്മയോ അച്ഛനോ തേങ്ങ ഉടയ്ക്കുമ്പോൾ അമ്മേ തേങ്ങ വെള്ളം എന്ന് പറഞ്ഞ് പോകാറുണ്ടോ? ഞാൻ ഇപ്പോഴും പോകാറുണ്ട് കേട്ടോ. എൻ്റെ അനിയനുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ അടിയാണ് വീട്ടിൽ തേങ്ങ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. ഭയങ്കര ടേസ്റ്റ് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര റിഫ്രഷിംഗ് അല്ലേ? എന്തുകൊണ്ടാണ് ഇത്ര റിഫ്രഷിംഗ് ആവുന്നത്? അതെന്തുകൊണ്ടാണ് ഇത്ര ന്യൂട്രീഷ്യസ് ആവുന്നത്? എന്തുകൊണ്ടാണ് നമുക്കത് കുടിക്കാൻ ഒരു എനർജി കിട്ടുന്നത്? അത് ആക്ച്വലി നമുക്ക് വേണ്ടി പറഞ്ഞ സാധനം അല്ലായിരുന്നു. അത് എംബ്രിയോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡായിരുന്നു. അതാണ് നമ്മളെടുത്ത് കുടിക്കുന്നത്. മനസ്സിലായോ? അപ്പം കോക്കനട്ട് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം. അപ്പോൾ ഒരു തേങ്ങ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള എന്താ പറയുക വെള്ളം എന്താണ്? കോക്കനട്ട് വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം. അതല്ല, അതിനെ ചുറ്റും നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ പുട്ടിലൊക്കെ ഇടുന്ന ആ ഭാഗം, ആ ഒരു വൈറ്റ് കേണൽ. ഓക്കെ, ഏത് കേണൽ? നമ്മൾ ആർമിയിലെ കേണലാ? അല്ലല്ല, ആ കേണലല്ല കേട്ടോ. KERNL ആ കേണൽ. ഓക്കെ, അതായത് കോക്കനട്ടിൻ്റെ ആ ഒരു വൈറ്റ് ഭാഗം, നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കളയുന്ന ഒരു വൈറ്റ് ഭാഗമല്ലേ, ഇത് ഏറ്റവും പുറത്തെ ഭാഗം. ഇതെന്തായിരിക്കും? ഇതാണ് കേണൽ.
ഇതിൻ്റെ അകത്താണ് എന്തുണ്ടാവുക, വെള്ളം ഉണ്ടാവുക, റൈറ്റ്. സോ ആ ഒരു വൈറ്റ് ഭാഗം എന്താണ്, സെല്ലുലാർ എൻഡോസ്പേം ആണ്. അതായത് ഇതാണ് എന്ത്, കോക്കനട്ട് വാട്ടർ എന്ന് പറയുന്നത്. കോക്കനട്ട് വാട്ടർ ശരിക്കും ഇങ്ങനെയാണുള്ളത്, ഒരുപാട് ന്യൂക്ലിയസുകൾ ഇങ്ങനെ ഫ്രീ ആയി കിടക്കുകയാണ്. പക്ഷേ അതിങ്ങനെ സെൽ വാളൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും, അത് കേണലാവും. മനസ്സിലായോ? ഞാൻ ഇമേജ് കാണിച്ചു തരാം. ദേ നിങ്ങൾ കാണുന്നുണ്ടോ, സോളിഡ് എൻഡോസ്പേം. ഉള്ളിലുള്ള ആ കേണൽ നമ്മൾ ഇതാണ് കേണൽ. നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പുട്ടിലേക്കൊക്കെ, പുട്ടിനും മാത്രമല്ല, നമ്മൾ ഈ അവിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിടും. ഒരുപാട് സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കേണൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ കറിയിലൊക്കെ നമ്മൾ മറ്റേ തേങ്ങ വറുത്തരച്ച മീൻകറി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ, അതിനകത്തൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്തിടുന്നത് ഈ ഒരു വൈറ്റ് കേണലല്ലേ ഗ്രേറ്റ് ചെയ്തിടുന്നത്. അതെ, അതെന്താണ്, സോളിഡ് എൻഡോസ്പേം ആണ്. അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഇസ് സെല്ലുലാർ എൻഡോസ്പേം. സോളിഡ് എൻഡോസ്പേം ആണ്, അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഇസ് സെല്ലുലാർ എൻഡോസ്പേം. ഈ ഉള്ളിലുള്ള വെള്ളം എന്താണ്, കോക്കനട്ട് മിൽക്ക് അല്ലെങ്കിൽ കോക്കനട്ട് വാട്ടർ എന്താണ്, ഇറ്റ് ഇസ് ലിക്വിഡ് എൻഡോസ്പേം, അതർവൈസ് നോൺ ആസ് ന്യൂക്ലിയർ എൻഡോസ്പേം. ക്ലിയർ ആയോ? ഇതാണ് എന്ത്, നിങ്ങളെ എൻഡോസ്പേം എന്ന് പറയുന്ന ഒരു ഭാഗം. അത്രയേ ഉള്ളൂ, എൻഡോസ്പേം അത്രയേ ഉള്ളൂ. ചുമ്മാ കുറച്ച് കാര്യങ്ങൾ. എൻഡോസ്പേം എങ്ങനെ ഡെവലപ്പായി, പെൻഡെന്നാണ് ഡെവലപ്പ് ആവുന്നത്, അതെങ്ങനെ ഡെവലപ്പ് ആവുന്നു, നിങ്ങൾ കോക്കനട്ട് വാട്ടറിൻ്റെ എക്സാമ്പിൾ ആലോചിച്ച് വെക്കുക. അതേപോലെ തന്നെ എന്തിനാണ് എൻഡോസ്പേം, എംബ്രിയോയ്ക്ക് ഫുഡ് കൊടുക്കാനല്ലേ എൻഡോസ്പേം. ദാറ്റ്സ് ഓൾ അബൌട്ട് എൻഡോസ്പേം. എൻഡോസ്പേം ഒരു കുഞ്ഞു സാധനമാണ്, അത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അടുത്തത് എന്താണ്, എംബ്രിയോ. നമ്മളെ പ്രധാന കഥാപാത്രം അല്ലേ, സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുന്ന കഥാപാത്രമാണ് ആര്, എംബ്രിയോ എന്ന് പറയുന്നത്. നോക്കിയാലോ, എന്താണ് എംബ്രിയോ നോക്കിയാലോ. എംബ്രിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ എംബ്രിയോ സാക്ക് ഉണ്ടല്ലോ, എംബ്രിയോ സാക്ക്. ഇവിടെ ആരുണ്ട്, 3 ആൻറ്റിബോഡൽസ് ഉണ്ടായിരുന്നു, ഇവരൊക്കെ ഇനി ഡീജനറേറ്റ് ചെയ്ത് പോട്ടോ. ഇതേതാണ് എൻ്റെ ചെലാസൽ എൻഡാണ്, ഇതേതാണ് എൻ്റെ മൈക്രോ പൈലർ എൻഡാണ്. ഇവിടെ ആക്ച്വലി എഗ് ഉണ്ടായിരുന്നു, 2 സിനർജിറ്റ്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു കണ്ടീഷൻ. പക്ഷേ ഇവിടെ ഇപ്പോൾ ആരാ ഉള്ളത്, ഇപ്പോൾ ഇവിടെ ആരാ ഉള്ളത്, നമ്മളെ സൈഗോട്ടാണുള്ളത് അല്ലേ. ഇവരൊക്കെ ഡീജനറേറ്റ് ചെയ്ത് പോവാണ്, ഇവിടെ ചുറ്റുമുള്ള സിനർജിറ്റ്സ് ഒക്കെ എന്താണ് ഡീജനറേറ്റ് ചെയ്ത് പോവാണ്. മെയിൻ കഥാപാത്രം ആരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്, ആരാണ്, നമ്മളെ സൈഗോട്ട് അല്ലേ, സൈഗോട്ടാണുള്ളത്. സോ സൈഗോട്ട് എവിടെയാണുള്ളത്, മൈക്രോ പൈലർ എൻഡിലാണ് സൈഗോട്ട് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സൈഗോട്ടല്ലേ എംബ്രിയോ ഡെവലപ്പ് ആവുന്നത്. ഹെൻസ് വി ക്യാൻ സേ എംബ്രിയോ ഇസ് അറ്റ് ദ മൈക്രോ പൈലർ എൻഡ്, അല്ലെങ്കിൽ എംബ്രിയോ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട്സ് അറ്റ് ദ മൈക്രോ പൈലർ എൻഡ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. തെറ്റുണ്ടോ? തെറ്റില്ല. എംബ്രിയോ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട്സ് അറ്റ് ദ മൈക്രോ പൈലർ എൻഡ്. അപ്പം നമ്മളിപ്പം നമുക്കറിയാം എംബ്രിയോസ്, നിങ്ങൾ പൊതുവേ കേട്ട 2 ടൈപ്പ് ഓഫ് എംബ്രിയോസ് ഏതൊക്കെയാണ്, പണ്ട് മുതലേ കേട്ട് വരുന്ന ടൈപ്പ് ഓഫ് എംബ്രിയോസ് ഏതൊക്കെയാണ്, ഡൈക്കോട്ട് എംബ്രിയോ, മോണോക്കോട്ട് എംബ്രിയോ എന്ന് കേട്ടിട്ടുണ്ടോ? ഡൈക്കോട്ട് എംബ്രിയോ, മോണോക്കോട്ട് എംബ്രിയോ. മോണോക്കോട്ട് എന്ന് കേൾക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ഡൈക്കോട്ട് എംബ്രിയോ, മോണോക്കോട്ട് എംബ്രിയോ എന്നൊക്കെ പറയുന്നത് എന്താണ്, എംബ്രിയോൻ്റെ 2 ടൈപ്പാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഡൈക്കോട്ട് ആയിക്കോട്ടെ, മോണോക്കോട്ട് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഡെവലപ്മെൻറ്റിൻ്റെ തുടക്കത്തിലുള്ള സ്റ്റേജസ് എന്താണ്, സെയിം ആണ്, ഒരേപോലെയാണ്, സിമിലർ ആണ്. ഓക്കെ, ഡൈക്കോട്ട് എംബ്രിയോയും മോണോക്കോട്ട് എംബ്രിയോയും തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ട് സ്ട്രക്ചറിലൊക്കെ, നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ഡൈക്കോട്ട് എംബ്രിയോയും മോണോക്കോട്ട് എംബ്രിയോയും തമ്മിൽ സ്ട്രക്ചറിലൊക്കെ കുറേ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിൻ്റെ തുടക്കത്തിലെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് എന്താണ്, സെയിം ആണ്. ഓക്കെ, എന്താണ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് എന്തൊക്കെയാണ്? ആദ്യം ഈ പറഞ്ഞ സൈഗോട്ട് പ്രോ എംബ്രിയോ ആയിട്ട് മാറും. എന്തായിട്ട് മാറും? പ്രോ എംബ്രിയോ ആയിട്ട് മാറും. പിന്നെയോ ഗ്ലോബുലാർ എംബ്രിയോ ആവും. ഇപ്പോൾ സൈഗോട്ട് ഉണ്ടായിരുന്നു, ഇവിടെ സൈഗോട്ടാണ് കേട്ടോ ഉള്ളത്. സൈഗോട്ട് എന്താവും? പ്രോ എംബ്രിയോ ആവും. പ്രോ എംബ്രിയോ പിന്നീട് എന്താവും? ഗ്ലോബുലാർ എംബ്രിയോ ആവും. ഗ്ലോബുലാർ എംബ്രിയോ പിന്നീട് എന്താവും? ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ആവും. അതിനുശേഷം ആണ് ഫൈനലി മെച്യൂർ എംബ്രിയോ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഒരു സൈഗോട്ട് എങ്ങനെയാണ് മെച്യൂർ എംബ്രിയോ ആവുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയും? ഒരു സൈഗോട്ട് ഉണ്ടായിരുന്നു, അതാദ്യം പ്രോ എംബ്രിയോ ആയി. പ്രോ എംബ്രിയോ പിന്നീട് ഗ്ലോബുലാർ എംബ്രിയോ ആയി. ഈ ഗ്ലോബുലാർ എംബ്രിയോ പിന്നീട് ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ആയി. ഈ ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ പിന്നീട് മെച്യൂർ എംബ്രിയോ ആയി. ഫിഗർ വേണോ? ഫിഗർ പിടിച്ചോ. സൈഗോട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ആൻഡ് യു ക്യാൻ സീ ഗ്ലോബുലാർ എംബ്രിയോ ഹിയർ. ഇതാണ് എംബ്രിയോ കേട്ടോ. ഇത് വേറെ എന്താ പറയുക, സസ്പെൻസർ എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങളാണ്. അതിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇതാണ് എന്ത് ഗ്ലോബുലാർ എംബ്രിയോ എന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ കാണാൻ പറ്റുന്നുണ്ടോ? ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണെന്ത്, ഇത് കണ്ടോ, ഇവിടെ കണ്ടോ, വട്ടത്തിൽ കാണുന്നത് കണ്ടോ നിങ്ങൾ? ഇതൊരു ഗ്ലോബ് ഷേപ്പ് അല്ലേ, റൗണ്ട് ഷേപ്പ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഗ്ലോബുലാർ എംബ്രിയോ ആണ്. ഇവിടെ നോക്കിക്കേ, ഇതൊരു ഹാർട്ട് ഷേപ്പ് അല്ലേ. ഇതെങ്ങനെയാണ് ഹാർട്ടാവുന്നതെന്നാണ് ചോദിക്കുന്നത്. എടാ, ഇങ്ങനെയുള്ളൊരു ഹാർട്ട് ചുമ്മാ ഇങ്ങനെ തലതിരിച്ച് വരച്ചാൽ അതൊരു ഹാർട്ട് തന്നെയല്ലേ? അത് ഹാർട്ട് അല്ലാണ്ടാവോ? ഇല്ല. സോ ഒരു ഹാർട്ട് തലതിരിഞ്ഞ് നിൽക്കുന്ന പോലെ അല്ലേ ഇതുള്ളത്? ഉള്ളത്. അപ്പോൾ ദിസ് ഇസ് എന്താണ്, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ആണ്. അപ്പം സൈഗോട്ട് ഉണ്ടായിരുന്നു, ദിസ് ഇസ് പ്രോ എംബ്രിയോ. ആൻഡ് പ്രോ എംബ്രിയോക്ക് ശേഷം എന്തുണ്ടാവും? ഗ്ലോബുലാർ എംബ്രിയോ ഉണ്ടാവും. ഗ്ലോബുലാർ എംബ്രിയോക്ക് ശേഷം ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ഉണ്ടാവും. ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ പിന്നീട് എന്താവും? മെച്യൂർ എംബ്രിയോ ആയിട്ട് മാറും. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് എന്ന് പറഞ്ഞത്. സിമ്പിൾ അല്ലേ? പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, മെച്യൂർ എംബ്രിയോ. ഓക്കെ, PGHM എന്ന് ആലോചിച്ചാൽ മതി. PGHM.
പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ എംബ്രിയോ, അതേപോലെ ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ആൻഡ് മെച്യൂർ എംബ്രിയോ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ ഇതാണ് എന്ത് എംബ്രിയോൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു നമുക്ക് 2 തരത്തിലുള്ള എംബ്രിയോ ഉണ്ടെന്ന് പറഞ്ഞു. അതും കൂടെ വേഗം ഒന്ന് നോക്കി പോകാം. അത്ര പാടുള്ള ടോപ്പിക്കൊന്നുമല്ല കേട്ടോ, വളരെ സിമ്പിളാണ്. എന്തൊക്കെയാണുള്ളത്? ഡൈക്കോട്ട് എംബ്രിയോ ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? മോണോകോട്ട് എംബ്രിയോ ഉണ്ട്. ഇവർ തമ്മിലുള്ള ബേസിക് വ്യത്യാസമാണ് നോക്കാൻ പോകുന്നത്. ബേസിക് വ്യത്യാസം. ഓക്കെ, ഡൈക്കോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കോട്ടിലിഡൻ. എത്ര കോട്ടിലിഡനാണ് ഡൈക്കോട്ട് എംബ്രിയോയിലുള്ളത്? 2 കോട്ടിലിഡൻസ്. നോക്കിക്കേ, ഒരു കോട്ടിലിഡൻ ഇത്, ഒരു കോട്ടിലിഡൻ ഇത്. 2 ആയോ? അപ്പോൾ ഡൈക്കോട്ട് എംബ്രിയോയിൽ, ഡൈ എന്ന് പറഞ്ഞാൽ തന്നെ 2 എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഡൈക്കോട്ട് എംബ്രിയോയിൽ 2 കോട്ടിലിഡൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ആരാളുള്ളത്? ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്, അതായത് ഒരു ഇമാജിനറി ആക്സിസ് ആണ് ഈ പറഞ്ഞ 2 കോട്ടിലിഡനും നിൽക്കുന്ന ഒരു ആക്സിസ്. നിങ്ങൾ ഇതിനേക്കാളും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ചിലപ്പോൾ വേറൊരു ഇമേജ് ഉണ്ടാവും. ഇങ്ങനൊരു ഇമേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 10th ബുക്കിലൊക്കെ ഉണ്ടാവേണ്ടതാണല്ലോ ഇങ്ങനൊരു ഇമേജ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ? ഇതൊരു കോട്ടിലിഡൻ, ഇത് 2ാമത്തെ കോട്ടിലിഡൻ. ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ? ഈ നടുവിൽ കാണുന്ന ഈ ഒരു സംഭവമാണ് എന്ത്? എംബ്രിയോണൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓർമ്മ വന്നോ? അപ്പോൾ ഇതാണ് സംഭവം. 2 കോട്ടിലിഡൻസ് ഉണ്ട്, 1 and 2. പിന്നെ ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടാവും. ആൻഡ് ഈ ഇവിടെയല്ലേ കോട്ടിലിഡൻ കിടക്കുന്നത്? ഇതല്ലേ കോട്ടിലിഡൻ കിടക്കുന്ന ഭാഗം? ഈ കോട്ടിലിഡൻ കിടക്കുന്നതിൻ്റെ മേലോട്ടുള്ള ഭാഗത്തിന് നമ്മൾ എപ്പികോട്ടൈൽ എന്ന് പറയും. എന്താ പറയുക? എപ്പികോട്ടൈൽ. എപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എബവ് കോട്ടിലിഡൻ. എപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എബവ്. എപ്പികോട്ടിലിഡൻ എ വെച്ചിട്ടല്ല എപ്പികോട്ടിലിഡൻ തുടങ്ങുന്നത്. എപ്പികോട്ടൈൽ എന്നുള്ള വേർഡ് ഈ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പികോട്ടൈൽ എന്നല്ലേ വായിക്കുക, എപ്പികോട്ടൈൽ എന്നല്ലേ വായിക്കുക. സോ എപ്പികോട്ടൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എബവ് കോട്ടിലിഡൻ. ഹൈപ്പോകോട്ടൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിലോ കോട്ടിലിഡൻ. കോട്ടിലിഡൻ്റെ താഴോട്ട് കാണുന്ന ഭാഗമില്ലേ, എംബ്രിയോണൽ ആക്സിസിൻ്റെ ഭാഗമില്ലേ, അതാണെന്ത്? ഹൈപ്പോകോട്ടൈൽ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പികോട്ടൈൽ കോട്ടിലിഡൻ്റെ മേലോട്ട് കാണുന്ന ഭാഗം, ഹൈപ്പോകോട്ടൈൽ കോട്ടിലിഡൻ്റെ താഴോട്ട് കാണുന്ന ഭാഗം. റൈറ്റ്, സി ഈ പിക്ചറിൽ നോക്കിക്കേ, ഹൈപ്പോകോട്ടൈൽ കണ്ടോ? കോട്ടിലിഡൻ്റെ താഴ്ഭാഗത്തേക്കല്ല ഉള്ളത്. ഇവിടെയാണ് എന്ത് വരിക? എപ്പികോട്ടൈൽ വരിക. ഇതാണ് എപ്പികോട്ടൈൽ വരിക. പക്ഷേ ഇവിടെ പ്ലിമ്യൂൾ എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്ലിമ്യൂൾ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്? ഈ എപ്പികോട്ടൈൽ ചെന്ന് അവസാനിക്കുന്നതാണ് ഇവിടെ പ്ലിമ്യൂൾ. അതായത് ഞാനൊരു ഫിഗർ വരച്ചില്ലേ, ഇവിടെ ഞാനൊരു ഫിഗർ വരച്ചില്ലേ, ഈ ഫിഗർ വരച്ചില്ലേ, ഈ ഫിഗറിൻ്റെ മേൽഭാഗമാണ് എപ്പികോട്ടൈൽ. നിങ്ങൾക്കറിയാമല്ലോ, മേൽഭാഗമാണ് എപ്പികോട്ടൈൽ, നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ മേൽഭാഗത്തിൽ ഈ പറഞ്ഞ എൻഡ് ഉണ്ടല്ലോ, ഈ എൻഡാണെന്ത്? പ്ലിമ്യൂൾ എന്ന് പറയുന്നത്. എന്താണെന്ത്? പ്ലിമ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പികോട്ടൈലിൻ്റെ എൻഡാണെന്ത്? പ്ലിമ്യൂൾ. ഓക്കെ, പ്ലിമ്യൂൾ. അതേപോലെ ഹൈപ്പോകോട്ടൈലിനൊരു എൻഡ് വേണ്ടേ? എൻഡ് ഉണ്ട്. ഹൈപ്പോകോട്ടൈലിൻ്റെ ഈ ഒരു എൻഡ്, ഇതാണ് ഹൈപ്പോകോട്ടൈൽ, നിങ്ങൾക്കറിയാം. ഹൈപ്പോകോട്ടൈലിൻ്റെ എൻഡാണെന്ത്? റാഡിക്കിൾ എന്ന് പറയുന്നത്. പ്ലിമ്യൂൾ ആൻഡ് റാഡിക്കിൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പുതിയ ടേമൊന്നുമല്ല കേട്ടോ. പുതിയ ടേം പോലെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മുമ്പ് പഠിക്കാത്തതുകൊണ്ടായിരിക്കാം. നിങ്ങൾക്ക് പ്ലിമ്യൂളും റാഡിക്കിളൊക്കെ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുള്ള ടേംസാണ്. ഓക്കെ, ഈ പ്ലിമ്യൂളാണ് പിന്നീട് എന്തായി മാറുന്നത്? ആ ഒരു ചെടീൻ്റെ ഷൂട്ടായി മാറുന്നത്. ഓക്കെ, ആ ഒരു ചെടീൻ്റെ തണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെമ്മൊക്കെ ആയിട്ട് മാറുന്നത് എന്താണ്? ഈ പ്ലിമ്യൂളാണ്. ആൻഡ് ഈ റൂട്ടായിട്ട് മാറുന്ന ആരാണ്? റാഡിക്കിളാണ്. കാരണം ഇത് മേലോട്ടുള്ള ഭാഗമാണ്, സോ ഇത് സ്വാഭാവികമായിട്ടും ഷൂട്ടായിട്ട് മാറും. ഇത് താഴോട്ടുള്ള ഭാഗമാണ്, ഇത് എന്താവും? റൂട്ടായിട്ട് മാറും. ഓക്കെ, അത് ക്ലിയർ ആയോ? അപ്പോൾ അതാണ് എന്ത്? പ്ലിമ്യൂളും റാഡിക്കിളും എന്ന് പറയുന്നത്. അപ്പോൾ എപ്പികോട്ടൈൽ കോട്ടിലിഡൻ്റെ മേലോട്ടുള്ള ഭാഗം, ഹൈപ്പോകോട്ടൈൽ കോട്ടിലിഡൻ്റെ താഴോട്ടുള്ള ഭാഗം. എപ്പികോട്ടൈൽ ടെർമിനേറ്റ്സ് ഇൻ പ്ലിമ്യൂൾ, ഹൈപ്പോകോട്ടൈൽ ടെർമിനേറ്റ്സ് ഇൻ റാഡിക്കിൾ. ക്ലിയർ ആയോ? ഇതാണ് എന്ത്? ഡൈക്കോട്ട് എംബ്രിയോൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് നോക്കാനുള്ളത്? മോണോകോട്ട് എംബ്രിയോ. ഓക്കെ, മോണോകോട്ട് എംബ്രിയോ പേരത്തിനുണ്ട്. മോണോ എന്ന് പറഞ്ഞാൽ ഒരു കോട്ടിലിഡനേ ഉള്ളൂ, ഒരൊറ്റ കോട്ടിലിടനേ ഉള്ളൂ. അപ്പോൾ ഒരൊറ്റ ഒന്നല്ലേ ഉള്ളൂ. പാവത്തിന് സങ്കടം ആവണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അതിനെ ചെല്ലപ്പേരിട്ട് വിളിക്കും. എന്താ ചെല്ലപ്പേര്? ഇസ് നോൺ ആസ് സ്ക്യൂട്ടെല്ലാം. എന്താ വിളിക്കുക? സ്ക്യൂട്ടെല്ലാം. അപ്പോൾ ആ ക്യൂട്ട് നെയിമാണ് എന്ത്? ക്യൂട്ട് അവിടെ തന്നെ ഉണ്ട്, അതായത് CUT, അവിടെ തന്നെ ഉണ്ട് CUT. പക്ഷേ ക്യൂട്ട് എന്ന് എഴുതി വെക്കരുത് കേട്ടോ. ഇറ്റ് ഇസ് നോൺ ആസ് സ്ക്യൂട്ടെല്ലാം. ഓക്കെ, എന്താ വിളിക്കുന്നത്? സ്ക്യൂട്ടെല്ലാം. അപ്പോൾ നമ്മൾ മോണോകോട്ട് എംബ്രിയോനെ ചെല്ലപ്പേരിട്ട് വിളിക്കുന്നതാണ് എന്ത്? സ്ക്യൂട്ടെല്ലാം. മനസ്സിലായോ? അപ്പോൾ ഈ സ്ക്യൂട്ടെല്ലാം എന്ന് പറയുന്നത് നമ്മൾ ഡൈക്കോട്ട് പഠിച്ച സമയത്ത് എംബ്രിയോണൽ ആക്സിസിന് 2 ഭാഗത്തായിട്ടായിരുന്നില്ലേ കോട്ടിലിഡൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ മോണോകോട്ട് എംബ്രിയോൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക്, ഒന്നല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു സൈഡിലേക്ക് കുറച്ച് ചെരിഞ്ഞിട്ടായിരിക്കും ആരുണ്ടാവുക? നമ്മുടെ സ്ക്യൂട്ടെല്ലാം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. ഇതേപോലെ നേരത്തെ നമ്മൾ പ്ലിമ്യൂളും റാഡിക്കിളും പറഞ്ഞ പോലെ തന്നെ ഇവിടെയും എന്തുണ്ട്? 2 ടേംസ് ഉണ്ട്, കോളിയോപ്റ്റൈലും കോളിയോറൈസയും. എന്താണ്? കോളിയോപ്റ്റൈലും കോളിയോറൈസയും. കോളിയോപ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഷൂട്ട് എപ്പെക്സ്. ചുമ്മാ ഇങ്ങനെ ആലോചിച്ചോ, മേലോട്ട് വരുന്നത് എപ്പോഴും എന്തായിരിക്കും? ഷൂട്ടായിരിക്കും. ഷൂട്ടായിരിക്കും. താഴോട്ട് പോകുന്നത് എപ്പോഴും എന്തായിരിക്കും? റൂട്ടായിരിക്കും. ശരിയല്ലേ? ഇത് നിങ്ങൾ അഗ്രി ചെയ്യുന്നില്ലേ? മേലോട്ട് പോകുന്നത് സ്റ്റെമ്മും താഴോട്ട് പോകുന്നത് റൂട്ടും. ശരിയല്ലേ? അപ്പോൾ ഈ റൂട്ടിൻ്റെ സാധനങ്ങൾക്ക് അധികവും R എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടാവും. റാഡിക്കിൾ R ഇല്ലേ?
കോളിയോറൈസ ആറില്ലേ? അപ്പം ഈ റൂട്ടായിട്ട് പിന്നീട് ഡെവലപ്പ് ആവുന്ന ആൾക്കാർക്ക് എന്തുണ്ടാവും? ഒരു എന്ന് പറഞ്ഞ ടേം ഉണ്ടാവും. ഈ സ്റ്റെമ്മായിട്ട് ഡെവലപ്പ് ആവുന്ന ആൾക്കാർ ആരൊക്കെയാണ്? പ്ലിമ്മ്യൂളും കോളിയോപ്റ്റൈലും. രണ്ടിലും എന്താ കോമൺ? പി ഉണ്ട്, പി. ഓക്കെ, ചുമ്മാ ജസ്റ്റ് റൂട്ടിൻ്റെ ആലോചിച്ച് വെച്ചാൽ മതി, മറ്റേ നിങ്ങൾക്ക് കിട്ടിക്കോളും. ഓക്കെ, ആ കോളിയോപ്റ്റൈൽ കോളിയോറൈസ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകരുത്. റൂട്ടുള്ളത് റൈസ, റാഡിക്കിൾ. ഓക്കെ, സ്റ്റെമ്മായിട്ട് ഡെവലപ്പ് ആവുന്ന മേലോട്ടുള്ള ഭാഗമാണ് എന്ത്? പ്ലിമ്മ്യൂൾ അല്ലെങ്കിൽ കോളിയോപ്റ്റൈൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കോളിയോപ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഹോളോ ഫോളിയാർ സ്ട്രക്ചറാണ്. അതായത് ഒരു ലീഫ് പോലത്തെ കുറച്ചൊരു ലീഫിൻ്റെ ഒരു രൂപമുള്ള ഒരു സ്ട്രക്ചറാണ്. അതെന്ത് ചെയ്യും? ഈ ഷൂട്ട് എപ്പെക്സിനെയും ലീഫ് പ്രൈമോഡിയനെ എന്ത് ചെയ്യും? അതായത് ഷൂട്ടിനെ ബേസിക്കലി, ഓക്കെ, ഷൂട്ടിനെ ലീഫ് പ്രൈമോഡിയ എന്നൊന്നും പറയാൻ ഒന്നും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ലീഫ് പ്രൈമോഡിയ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് കുഞ്ഞ് ഇലകളെ, ഓക്കെ, ഇല ഉണ്ടാകുന്നതിന് മുന്നിലുള്ള കുഞ്ഞ് ഇല ഉണ്ടാവില്ലേ, അതാണ് ലീഫ് പ്രൈമോഡിയ എന്നൊക്കെ പറയുന്നത്. ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഈ പറഞ്ഞ കോളിയോപ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു കവറിങ് പോലത്തെ സാധനമാണ്. അതിനകത്താണ് നമ്മൾ ആരുണ്ടാവുക? ഷൂട്ട് ഉണ്ടാവുക. ഓക്കെ, നമ്മൾ ഷൂട്ട് ഇതാണെന്ന് വിചാരിച്ചോ, നമ്മൾ സ്റ്റെം ഇതാണെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ അതിനെ കവർ ചെയ്യുന്ന ഭാഗം ഏതാണ്? കോളിയോപ്റ്റൈൽ. ഈ പറഞ്ഞ കോളിയോറൈസ എന്ന് പറഞ്ഞാലോ ഉള്ളിലാണ് ആരുണ്ടാവുക? റൂട്ട് ഉണ്ടാവുക. ഓക്കെ, റൂട്ടും റൂട്ട് ക്യാപ്പും. റൂട്ട് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ. ഇത് റൂട്ടാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും അറ്റത്തൊരു തൊപ്പി ഉണ്ടാവും. റൂട്ടിനൊരു തൊപ്പി ഉണ്ടാവും. അതാണ് എന്തെന്ന് പറയുന്നത്? റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൂട്ട് ക്യാപ്പിനെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ആരുള്ളത്? കോളിയോറൈസ ഉള്ളത് എംബ്രിയോൻ്റെ അകത്ത്. ഓക്കെ, പിന്നെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ കോളിയോറൈസയും കോളിയോപ്റ്റൈലൊക്കെ പോകും. എംബ്രിയോൻ്റെ അകത്തുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മോണോകോട്ട് എംബ്രിയോയിൽ ആരുണ്ട്? കോളിയോപ്റ്റൈലും ഉണ്ട്, കോളിയോറൈസയും ഉണ്ട്. ഡൈക്കോട്ട് എംബ്രിയോൻ്റെ കേസിൽ ആരായിരുന്നു ഉള്ളത്? നമുക്ക് എപ്പികോട്ടയിൽ എൻഡ് ചെയ്യുന്നത് പ്ലിമ്മ്യൂളിലും ഹൈപ്പോകോട്ടയിൽ എൻഡ് ചെയ്യുന്നത് റാഡിക്കിളിലും ആയിരുന്നു. അപ്പോൾ ഇതാണ് എന്ത്? മോണോകോട്ട് എംബ്രിയോയും ഡൈക്കോട്ട് എംബ്രിയോയും പറയുന്നത്. അപ്പോൾ നമുക്ക് എംബ്രിയോ ക്ലിയർ ആയോ? നമ്മൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചു? എൻഡോസ്പെർമും പഠിച്ചു, എംബ്രിയോയും പഠിച്ചു. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഡൈക്കോട്ട് എംബ്രിയോ, മോണോകോട്ട് എംബ്രിയോ, രണ്ട് ഫിഗേഴ്സും മസ്റ്റായിട്ട് നോക്കി വെക്കുക. നിങ്ങൾക്ക് ഫിഗർ വരും, ലേബിൾ ചെയ്യാൻ ചോദിക്കും. ഇത് രണ്ടും കോട്ടിലിഡൻസ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. പിന്നെ ഏറ്റവും മേലെയുള്ള ഭാഗം എപ്പോഴും എന്തായിരിക്കും? പ്ലിമ്മ്യൂൾ ആയിരിക്കും. താഴെയുള്ള ഭാഗം എന്തായിരിക്കും? റാഡിക്കിൾ ആയിരിക്കും. ഏറ്റവും താഴെ തൊപ്പി പോലെ ആരുണ്ടാവും? റൂട്ട് ക്യാപ്പ് ഉണ്ടാവും. അതാണ് ഡൈക്കോട്ട് എംബ്രിയോയിൽ വരുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത്. പിന്നെ മോണോകോട്ട് എംബ്രിയോൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒറ്റ കോട്ടിലിഡനേ ഉള്ളൂ. അതിൻ്റെ പേരാണ് എന്ത്? സ്ക്യൂറ്റെല്ലം. എന്താ അതിൻ്റെ പേര്? സ്ക്യൂറ്റെല്ലം. പിന്നെ മേലുള്ളൊരു കവറിങ് ഉണ്ടല്ലോ, ഷൂട്ടിനെ കവർ ചെയ്തിട്ടുള്ള കവറിങ്, അതാണ് എന്ത്? കോളിയോപ്റ്റൈൽ. അപ്പോൾ കോളിയോപ്റ്റൈലിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം ദേ കിടക്കണു, നമ്മളെ ഷൂട്ട് എപ്പെക്സ് ദേ കിടക്കണു. അതിനെ കവർ ചെയ്തിട്ട് ആരാളുള്ളത്? കോളിയോപ്റ്റൈലുണ്ട്. ഓക്കെ, അതേപോലെ നമ്മളെ റാഡിക്കിൾ, ഓക്കെ, നമ്മളെ റാഡിക്കിൾ അല്ലെങ്കിൽ റൂട്ട് എപ്പെക്സിനെ കവർ ചെയ്തിട്ട് ആരുള്ളത്? നമ്മളെ കോളിയോറൈസ് ഉണ്ട്. റാഡിക്കിളിനെയും റൂട്ട് ക്യാപ്പിനെയും കവർ ചെയ്തിട്ട് ആരുണ്ട്? കോളിയോറൈസ് ഉണ്ട്. പിന്നെ എപ്പി ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് സ്ട്രക്ചറും കൂടെ, അതൊരു കോട്ടിലിഡൻ പോലത്തെ, ഓക്കെ, രണ്ടാമത്തെ കോട്ടിലിഡൻ ആവാൻ പറ്റുമായിരുന്നു, പക്ഷെ ആയില്ല. അങ്ങനത്തെ ഒരു ചെറിയ സ്ട്രക്ചർ ഉണ്ട്, എപ്പി ബ്ലാസ്റ്റ് എന്ന് പറയുക. അതും എവിടെ ഉണ്ട്? നമ്മുടെ മോണോകോട്ട് എംബ്രിയോയിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫിഗർ ചിലപ്പോൾ തരും, നിങ്ങളോട് വരയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. വരയ്ക്കാൻ വേണ്ടിയിട്ട് പൊതുവേ പറയാറില്ല, ലേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയാറ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു ഫിഗർ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് പോവാം. അപ്പോൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ സ്ട്രക്ചേഴ്സ് ആൻഡ് ഇവൻസിൽ നമുക്ക് ഓൾമോസ്റ്റ് നമ്മളെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ട് ടോപ്പിക്സാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് സീഡും ഫ്രൂട്ടും, വിത്തും പഴവും, സീഡും ഫ്രൂട്ടും. ഇത് രണ്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അതായത് സീഡിൻ്റെ ടൈപ്പ്, അല്ലെങ്കിൽ സീഡ് എന്തിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഫ്രൂട്ടിൻ്റെ ടൈപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? നോക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ സീഡും നോക്കും, ഫ്രൂട്ടും നോക്കും. റീപ്രൊഡക്ഷൻ്റെ ബലമായിട്ട് നമുക്ക് കിട്ടുന്ന ആൾക്കാരാണ് ആര്? ഈ പറഞ്ഞ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ബലമായിട്ട് കിട്ടുന്ന ആഫ്റ്റർ പ്രൊഡക്ട്സ് ആണ് ആര്? സീഡും ഫ്രൂട്ടും. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കും. അതേപോലെ തന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? NDS. സോ ചാപ്റ്റർ ഓൾമോസ്റ്റ് കഴിയാനായി. ജസ്റ്റ് സീഡും ഫ്രൂട്ടും മാത്രമേ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളൂ. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഐ ഹോപ്പ് യു ഹാവ് എ ഗുഡ് ഡേ. ബൈ.